ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തുത്യർഹനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിൽ അളവിൽ കുറയാതെ വെളിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അത് നമുക്ക് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു വലിയ ഭാഗ്യം ഈ പ്ലാറ്റ്ഫോമിന്, പ്രാർത്ഥനയോട് കൂടി വന്ന ജനത്തിന്, ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ആർത്തിയുള്ള ഒരു കൂട്ടത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും അതനുഭവിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, വിളിച്ചിരിക്കുന്ന ഈ വലിയ വിളിയെയും ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഞാൻ ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഈ ലൈവിലേക്ക് ജോയിൻ ചെയ്ത എല്ലാ ദൈവ മക്കളെയും, ഞങ്ങളുടെ ഈ ലൈവ് സെഷനിലാണെങ്കിലും അതിനുശേഷം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തന്നെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്തമാകുന്ന ഡൈമെൻഷൻസ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്തമാകുന്ന ഭാഗങ്ങളുണ്ട്. അതിൽ വ്യത്യസ്ത ഭാഗങ്ങളെക്കുറിച്ച് ഒന്ന് തൊടാൻ അത്രയുള്ള സമയമുള്ളൂ ആണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിൽ ഈ മീറ്റിങ്ങിൽ ഞാൻ പ്രവേശിക്കുന്നതിന് മുൻപേ ഞാൻ അനുഭവിച്ചൊരു വലിയ ഡിവൈൻ പ്രസൻസ്, അത് ഈ സന്ദേശത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ ആ ഉറപ്പോടെ വേണം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. ഒരു പ്രസംഗത്തിനല്ല ഞാൻ ഒരിക്കലും ഈ മീറ്റിങ്ങിൽ കയറിയിട്ടുള്ളത്. ഒരു പ്രസംഗിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഈ മീറ്റിങ്ങിൽ കയറിയിട്ടില്ല. പക്ഷേ അനുഭവിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഈ മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രസംഗിക്കാം, ഇന്ന് ഞാൻ പ്രസംഗിക്കണമല്ലോ. അങ്ങനെ പ്രസംഗിക്കാൻ ഞാൻ ഈ മീറ്റിങ്ങിൽ ഇതുവരെ കയറിയിട്ടില്ല. ഒരു മെസ്സേജ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഈ മീറ്റിങ്ങിൽ ഇതുവരെ കയറിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കേൾക്കാം, എന്തെങ്കിലുമൊക്കെ ദൈവത്തിങ്കിൽ നിന്ന് സ്വീകരിക്കാം, ദൈവം തന്ന അവകാശങ്ങളെ ബോധ്യത്തോടുകൂടെ ക്ലെയിം ചെയ്യാം. അങ്ങനെ ഞാൻ ഈ മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഞാൻ കയറിയിരിക്കുന്നു. നിങ്ങളെ ആരെയും ഞാൻ വിളിച്ചതല്ല, ദൈവം കൊണ്ടുവന്നതാണ്. എന്നെ ഈ ഒരു ബോധ്യത്തോടെ ദൈവം നിർത്തിയിരിക്കുന്ന പോലെ, പ്രസംഗിക്കാനല്ല, ദൈവം പറയുന്നത് കേൾക്കാൻ, കേട്ടിട്ട് നിങ്ങളോട് പറയാൻ എന്ന ബോധ്യത്തിൽ ഞാൻ നിൽക്കുന്നത് പോലെ, നിങ്ങളെ ദൈവം വിളിച്ചതാണ്, കൊണ്ടുവന്നതാണ് എന്ന ഒരു ബോധ്യം പ്രിയപ്പെട്ടവർക്കുണ്ടെങ്കിൽ, ദൈവം ഏറ്റവും വിലയേറിയ വ്യക്തിയായി കാണുന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് ഈ വേർഡിലൂടെ, ദൈവം സംസാരിക്കുന്ന ഈ വേർഡിലൂടെ, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് തുറന്നിട്ടിരിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിലൂടെ എന്താണോ താങ്കൾക്ക് പകരപ്പെടേണ്ടത് അത് പരിശുദ്ധാത്മാവ് പകരും. പ്രാർത്ഥനയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടികൾ പകരപ്പെടുക എന്നുള്ളത്. ഞാൻ ഒത്തിരി ഷൗട്ട് ചെയ്തൊന്നും പ്രസംഗിക്കുന്നൊന്നുമില്ല. കാര്യം പറഞ്ഞു പോകും, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഷൗട്ട് ചെയ്ത് പ്രസംഗിക്കുന്നത് അത് നമ്മുടെ ഒരു ശൈലിയായിപ്പോയി. എന്നാൽ യേശു കർത്താവും പൗലോസും ഒക്കെ എപ്പോഴും ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വചനം കാര്യം സംസാരിച്ചു പോകും, കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകും. യേശു സംസാരിക്കുമ്പോഴങ്ങനെ ഉപദേശത്തിന് എന്തായാലും ഷൗട്ടിങ് ഇല്ല എന്ന് നമുക്കറിയാം. കർത്താവ് ഉപദേശിക്കുമായിരുന്നു, ടീച്ച് ചെയ്യുമായിരുന്നു ജനത്തെ. പക്ഷെ ആ ടീച്ചിങ്ങിനിടയിലാണ് ഭൂതങ്ങൾ പുറത്തു പോകുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും ഒരാൾ അവിടെ കിടന്ന് അലറി വിളിക്കുന്നതും അയാൾ പിന്നീട് സ്വതന്ത്രനായി എഴുന്നേറ്റ് പോകുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മധ്യത്തിൽ ചെയ്യും. നമ്മൾ വലിയ അത്ഭുതങ്ങൾ ഇന്ന് കാണും. ഞാനത് വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനൊരു ഡിവൈൻ ക്ലൗഡിൻ്റെ കീഴിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത് 5 കൂട്ടങ്ങളുണ്ട്. 5 കൂട്ടങ്ങൾ. ഒന്ന്, അത് മാത്രം പറഞ്ഞിട്ട് അതിലെ ആരാധന എന്നൊരു ഭാഗം മാത്രം ഞാൻ എടുക്കാൻ പോവുകയാണ്. 5 ഭാഗങ്ങളിലൊന്ന്, പ്രാർത്ഥനയുടെ ഭാഗങ്ങളിലൊന്ന് ആരാധന. 2 യാചന. 3 പാപം ഏറ്റുപറയൽ. 4 മധ്യസ്ഥത. 5 കൃതജ്ഞത. ഇങ്ങനെ 5 ഭാഗങ്ങൾ ഒന്ന് പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ
നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ഒരിക്കൽ നമ്മൾ ഭയങ്കര ഒരു വർഷിപ്പ് ചെയ്യും, ദൈവത്തെ ആരാധിക്കും. ദൈവത്തെ ഇങ്ങനെ നമുക്ക് അങ്ങനെ തോന്നും, ആരാധിക്കണമെന്ന് തോന്നും. ശരിക്കും ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥന കുറച്ചുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമായിരുന്നു. അതൊരു വർഷിപ്പ് മോഡിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷെ ഞാൻ ബോധപൂർവമായിട്ട് നമ്മുടെ സമയം കഴിയുന്നല്ലോ എന്നോർത്ത് ഞാൻ തിരിഞ്ഞു വന്നതാണ്. അതൊരു മോഡാണ്. വർഷിപ്പ് മോഡിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് സ്വിച്ച് ചെയ്യും. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന മോഡിൽ പോകുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ ഞാൻ മാനുഷികമായിട്ടാണ് ശരിക്കും തിരിഞ്ഞ് നമ്മൾ വചനം ധ്യാനിക്കണമല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒന്നാമത്തെ കാര്യം ആരാധന. രണ്ടാമത്തെ കാര്യം പാപം ഏറ്റുപറയുക എന്നൊരു ഭാഗം പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, ഒരു ദൈവിക മറുപടി വെളിപ്പെടണമെങ്കിലും ഒരു ദൈവിക ഇടപെടൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണമെങ്കിലും, ഇപ്പോൾ സൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ഒരു രോഗസൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ഒരു ഡെലിവറൻസ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു ഡിമോണിക് ആക്ടിവിറ്റിയിൽ നിന്നൊരു ഡെലിവറൻസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ ഭയങ്കര കഠിനമാകുന്ന ചില അനുഭവങ്ങൾക്കകത്തുകൂടെ ഭയങ്കര ഇടയ്ക്കിടെ ഒത്തിരി കാഷ്വാലിറ്റീസ് വരുന്നു. ആ കാഷ്വാലിറ്റീസിനകത്ത് നിന്ന് എന്തോ ഇതിനകത്തൊരു ഡിമാൻഡ്, ഒരു പ്രവർത്തനം ഉണ്ടെന്ന് മനസ്സിലാകുന്നൊരു വ്യക്തിക്ക് അതിനകത്തുനിന്നൊരു സൗഖ്യം, ഒരു വിടുതൽ, ഒരു ഡെലിവറൻസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അവരെയൊക്കെ സംബന്ധിച്ച് അവർ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്യാനുണ്ടായിരിക്കും. അവർ ദൈവസന്നിധിയിൽ ചിലത് തുറന്നു കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. ഒരു ദൈവിക ഇടപെടലിന് ഒരു വ്യക്തിയുടെ ലൈഫ് തുറന്നു കൊടുക്കുമ്പോൾ ആ തുറവിയിലൂടെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ തന്നെ ഒരു തുറന്നു കൊടുക്കലിനെ എപ്പോഴും തടയുന്നത് അവരുടെ ലൈഫിലത്തെ അറിയപ്പെടാത്ത, ഓർക്കാത്ത ചില മേഖലകളിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യ പാപങ്ങൾ ആയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ മെസ്സേജിനകത്ത്, ഈ ലോകത്തിൽ ഈ മെസ്സേജ് കാണുന്ന മുഴുവൻ ആൾക്കാരും പാപികളാണ്, അവരെല്ലാം രഹസ്യ പാപം ചെയ്യുന്നവരാണ് എന്ന ഒരു മീനിങ് ഇല്ല കേട്ടോ. അങ്ങനൊരു മീനിങ് ഇല്ല. എന്നാൽ ഞാൻ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഞാൻ എന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു, ഞാൻ വിട്ടുകൊടുത്താണ് എന്നെ ആരാധിക്കുന്നത് എന്ന് പറയുമ്പോഴും അവരുടെ ലൈഫിൽ അവരുടെ തന്നെ തെറ്റല്ലാത്ത, എന്നാൽ ബോധപൂർവമല്ലാത്ത അവർ ഗ്രഹിച്ചിട്ടില്ലാത്ത ചില പാപങ്ങൾ അവരുടെ ലൈഫിൽ മറഞ്ഞു കിടക്കുന്നത് കൊണ്ട്, അപ്പോൾ നമ്മൾ ദൈവാത്മാവിൽ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സിന്നിനകത്ത് നിങ്ങൾ കമ്മിറ്റഡ് ആണോ, ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്, യെസ് ഉണ്ട്, ഏറ്റുപറയാൻ പറയും. നമ്മുടെ ലൈഫിൽ ദൈവിക പ്രവേശനത്തെ, ദൈവിക എൻട്രികളെ, ഡിവൈൻ എൻട്രിയെ, ഒരു ദൈവിക പ്രകാശത്തെ തടഞ്ഞു വെക്കുവാൻ തക്കവണ്ണം ശക്തി പാപത്തിന് ഉണ്ട്. ഞാൻ എപ്പോഴും കൂടുതലും എൻ്റെ ഒരു 95% പ്രസംഗങ്ങളും എപ്പോഴും ആത്മമണ്ഡലവുമായി കണക്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. എൻ്റെ വായി തുറന്നാൽ എനിക്ക് അതേ വരത്തുള്ളൂ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എനിക്കിഷ്ടം അതാണ്. എനിക്കല്ലാതെ മറ്റ് ചില മേഖലകൾ, ഒരു പർട്ടിക്കുലർ ഒരു ഭാഗം എടുത്തിട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് കത്തിച്ച് പ്രസംഗിച്ച് അങ്ങനെ അങ്ങോട്ട് പറപ്പിച്ചു പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ ആത്മമണ്ഡലത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചതുപോലെ, കേട്ട എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നത് പോലെ, എല്ലാവരും ഒന്നും ഗ്രഹിച്ചില്ല എന്ന് പറയുന്ന പോലെ, എനിക്ക് ആ ദൈവരാജ്യ സംബന്ധമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനുമാണ് എനിക്ക് താല്പര്യം. അപ്പം ഞാൻ ആ ഒരു മേഖലയുമായി കർത്താവ് എന്നെ കണക്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പാപം എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന്, ഈ പറയുന്ന കാര്യവുമായി ഒരു ഭയങ്കര ശത്രുത്വമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്ന ഈ ഒരു വിളി, ഈ ഒരു ആത്മമണ്ഡലത്തിലെ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ആ ഒരു ലെവലിലത്തെ കാര്യങ്ങളിലേക്ക് മറ്റൊരു കേൾവിക്കാരനെ
അതിനെ കൊതിക്കുന്നവനെ, എനിക്കും ആ ഒരു ലെവലിലേക്ക് ഉയരണം എന്ന് കൊതിക്കുന്നവനെ തടയുന്ന ഒരു രഹസ്യ ചരടാണ് പാപം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മറഞ്ഞിരിക്കുന്ന പാപം, മറച്ചു വെച്ചിരിക്കുന്ന, ബോധപൂർവമായി മറച്ചു വെച്ചിരിക്കുന്നതും, ദൈവസന്നിധി ഞാനൊരു പാപിയാണ് കർത്താവേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ ലെവലല്ല. നമ്മൾ ആ പാപത്തെ ദൈവസന്നിധിയിൽ അഡ്രസ്സ് ചെയ്ത് ഉപേക്ഷിക്കണം. വായി കൊണ്ട് ചെയ്തു പോയ പാപം, നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞത്, നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ, മീൻസ് നമ്മൾ ലഹരിപരമാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് നമ്മൾ ചെയ്തത്, സ്തോത്രം, ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ പാപ്പാ ഞാൻ ഇങ്ങനെയൊക്കെ ഈ ഒരു ലഹരി സുഖത്തിന് വേണ്ടി ഞാൻ ചെയ്തു പോയി, ഒരിക്കലേക്കെങ്കിലും ചെയ്തു പോയി, അതിൻ്റെ അവകാശം എന്നെ വിട്ടു മാറട്ടെ, അവിടെ സൗഖ്യം നടക്കും. നമ്മൾ വാ കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ സൗഖ്യം നടക്കും. അപ്പോൾ പാപം ഏറ്റു പറയുക എന്നുള്ളത് നമ്മുടെ മനസ്സുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യഭിചാരം ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്തിട്ടില്ലാത്ത വ്യക്തിയായിരിക്കും. എന്നാൽ മനസ്സുകൊണ്ട് വ്യഭിചാരം ചെയ്യാൻ സാധിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തിനകത്ത് പറഞ്ഞു വെക്കുന്നു. നമുക്കത് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ കഴിയണം. എനിക്ക് നിങ്ങളെ ഒരു വലിയ വിടുതലിലോട്ടോ കൊണ്ടുപോകാനുള്ള കേട്ടോ. ഇതൊന്നും പ്ലാൻഡായിട്ട് ഇവിടെ വന്നിരിക്കുന്നതല്ല. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് ഓരോ മേഖലയ്ക്കൊക്കെ തന്നെ കൊണ്ട് കണക്ട് ചെയ്യുകയാണ്. അതെപ്പോഴും നമുക്ക് മീതെ ഒരു സ്വർഗം തുറന്ന് കിടക്കുമ്പോൾ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടങ്സ് പ്രയറിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇനി തുറന്നിട്ട സ്വർഗത്തിൻ്റെ കീഴിലുള്ള ശുശ്രൂഷകളായിരിക്കും നടക്കുന്നതെന്ന്. അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തുറന്നിട്ട സ്വർഗത്തിൻ്റെ കീഴിൽ എല്ലാവരും വന്ന് ഇങ്ങനെ തലയിൽ ചൂടുവെള്ളം വീണതുപോലെ ചാടി എഴുന്നേറ്റ് പോകത്തില്ല. ചില ആൾക്കാർ ദൈവസാന്നിധ്യം കൊണ്ട് തുള്ളിയെന്നിരിക്കും, ചിലർ അവിടെ കവിണ്ണ് വീണ് കരഞ്ഞെന്നിരിക്കും, ചിലർ ചാടി സൗഖ്യം അനുഭവിച്ചിട്ട് അവർ തുള്ളിച്ചാടി അവർ അടുത്ത ഒരു ഇവാഞ്ചലിസത്തിന് വേണ്ടി വേർതിരിഞ്ഞെന്നിരിക്കും, ചിലർ മൊത്തത്തിൽ ഷോക്കേറ്റതുപോലെ ഇങ്ങനെ ഇരുന്നെന്നിരിക്കും. അങ്ങനെ പലതും തുറന്നിട്ട സ്വർഗത്തിൻ്റെ കീഴിൽ നടക്കും. ചിലർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോയി എന്നും ഇരിക്കും. ഇതെല്ലാം തുറന്നിട്ട സ്വർഗത്തിൻ്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ പ്രസംഗിച്ചപ്പം ഇതെന്തൊരു കഠിന ഉപദേശം എന്ന് പറഞ്ഞ് കുറേ പേര് പോയില്ലേ? അതുപോലെ ഇതെല്ലാം തുറന്നിട്ട സ്വർഗത്തിൻ്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, തുറന്നിട്ട സ്വർഗത്തിൻ്റെ കീഴിലായിരിക്കും ഇനിയുള്ള ശുശ്രൂഷകളെന്ന് പറഞ്ഞാൽ അതാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രഹസ്യ പാപങ്ങൾ ഒരു വ്യക്തി ഏറ്റുപറയുന്നത് ദൈവിക പ്രവേശനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കും. ദൈവിക പ്രവേശനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കും. ഞാനിവിടെ ഒരു തമാശ പറയാം. എൻ്റെ മോള് ഞാൻ മേടിച്ചു കൊടുക്കുന്നതോ ആരെങ്കിലും കൊണ്ടുവരുന്നതോ ആയ ചോക്ലേറ്റ് 3-4 എടുത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും. എൻ്റെ മകൻ വളരെ വിദഗ്ധമായി CID പണി നടത്തി അവൻ ആ ചോക്ലേറ്റിൽ ഒരെണ്ണം അടിച്ചുകൊണ്ട് പോകും. അവൾ പിന്നീട് വന്ന് ആ സാധനം എടുക്കാൻ നോക്കുമ്പോൾ എണ്ണത്തിലൊന്ന് കുറഞ്ഞിരിക്കുന്നു. അവൾ ഇവിടെ ആകെ കിടന്ന് പരിഭ്രാന്തയായി പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞു വിളിച്ച് ബഹളം വെച്ച് ഇവനോട് ചോദിക്കുക പോലും ഇല്ലാതെ ഇവനാണ് അതിൻ്റെ ആളെന്ന്. കാരണം ഞാനിവിടെ അധികം മധുരം കഴിക്കാറില്ല. ഇവനാണ് അതിൻ്റെ ആളെന്നറിഞ്ഞ് അവനെ തൂക്കുവാരിയൊക്കെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. എന്നാൽ എൻ്റെ ചോക്ലേറ്റ് എവിടെ എന്ന് ചോദിച്ച് അവൾ കരയുന്ന സമയത്ത് ഇവൻ മെല്ലെ ചേച്ചി അത് ഞാൻ എടുത്തു എന്ന് സമ്മതിക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് തന്നെ ആ ദേഷ്യവും ആ സങ്കടമൊക്കെ അങ്ങ് താഴ്ന്നിട്ട് ഇനി നീ എടുത്തു പോവരുത് എന്നും പറഞ്ഞിട്ട് സമാധാനത്തോടെ ഒന്നും ചെയ്യാതെ പോകുന്നതും കാണാം. ഏറ്റുപറയലിൻ്റെ പിന്നിലത്തെ ഒരു പ്രവർത്തനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എന്തേലും മറച്ചു വെച്ചോണ്ട് അതിനേക്കാൾ അവൾ ഇവിടെ കിടന്ന് കരഞ്ഞു വിളിക്കുമ്പോൾ ഞാനൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ മോൻ ഇവൻ ഞാനൊന്നും എടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞം 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 എന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. വായിക്കകത്ത് ആ ചോക്ലേറ്റ് കിടക്കുമായിരിക്കും. ഞാൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ചവച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇത് ആർക്കാണ് മനസ്സിലാവാതെ? പക്ഷെ അവൻ കുഞ്ഞല്ലേ, 2 വയസ്സ് 2.5 വയസ്സല്ലേ ഉള്ളൂ. അവനെന്തോ അറിയാം. ഞാനൊന്നും എടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞം 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 കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം കൂടത്തേ ഉള്ളൂ. ഇത് നമ്മുടെ കാര്യം. നമ്മൾ പ്രാർത്ഥിക്കും ഞം 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 ഞം. നമ്മളെല്ലാ തെറ്റും ചെയ്തു വെച്ചേച്ച് നിങ്ങളുടെ കാര്യമല്ല കേട്ടോ. നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചകളെല്ലാം നമ്മൾ മറച്ചു വെച്ചിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞ് ഞം 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 പറഞ്ഞ് നമ്മൾ ദൈവത്തെ അങ്ങ് കോപാകുലരാക്കുന്നതിനേക്കാളും പപ്പ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നവനെ ദൈവം ഏറ്റവും സ്നേഹിക്കും. എനിക്കറിയാമല്ലോ എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടെന്ന്.
എനിക്കറിയാമല്ലോ എൻ്റെ ജീവിതത്തിൽ, പക്ഷേ ഞാനത് നോട്ടീസ് ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ അതേസമയം ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുന്ന സമയത്ത് കർത്താവേ ദീപു കൃഷ്ണ എന്ന വിശുദ്ധൻ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന ഒരു അഹങ്കാരത്തോടെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും പപ്പ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റിനെ ഞാൻ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പ്രാപ്തനാക്കണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞ താഴ്മയുള്ള മനോഭാവത്തോടെ ചെന്നാൽ നിന്നെ ദൈവം സൂപ്പർ നാച്ചുറലിലേക്ക് കയറ്റിവിടും. ഇങ്ങനെയാണ് സൂപ്പർ നാച്ചുറൽ കയറ്റുന്നത്. അല്ലാതെ അട്ടഹസിക്കുമ്പോഴും ബഹളം വെക്കുമ്പോഴും ഞാൻ എന്തോ ആണ്, ഞാൻ അതിലങ്ങ് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു, ഇപ്പം ആ മല വേരോടെ പറഞ്ഞ് ദൂരെ പോകുമെന്ന് ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴല്ല, ചിലതിനൊക്കെ പ്രിപ്പയർ ആകുമ്പോഴാണ് ദൈവം സൂപ്പർ നാച്ചുറലിലേക്ക് കയറ്റി വിടുന്നത്. അതിൽ നമ്മളെ ആ സൂപ്പർ നാച്ചുറലിലേക്ക് കയറുന്നതിന് നമ്മളെ വളരെ രഹസ്യമായി ഇൻ്റലക്ച്വലി തടയുന്ന ഒരു സാധനമാണ് പാപം. രഹസ്യപാപം, പണ്ടേയുള്ള പാപം, പുരാതന പാപം എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലൈമിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പാപം ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് നാം മനഃപൂർവ്വമായി പുറകിലേക്ക് മാറുമ്പോൾ ദൈവത്തിൽ നിന്നൊരു കരുണയുണ്ടാകുന്നു. മൂന്നാമത്തെ കാര്യമാണ് ഈ യാചന നമ്മുടെ പ്രാർത്ഥനയിൽ. അപ്പോൾ ഞാൻ 2 കാര്യം പറഞ്ഞു. ആദ്യം നമ്മളൊരു വർഷിപ്പ് മോഡിലേക്ക് ചിലപ്പോൾ ദൈവം കൊണ്ടുപോകും. രണ്ടാമത്തെ കാര്യം നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കരയിച്ച് നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളും പാപങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ തുറന്നു പറയാനുള്ള ഒരു ഭയങ്കര ആർജവം നമ്മുടെ സ്പിരിറ്റ് നമുക്ക് തരും. നമ്മളങ്ങനെ പാപമേറ്റു പറയുന്ന ഒരു മോഡിൽ നമ്മളെ പലരെയും കർത്താവ് കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്. മൂന്നാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നേരെ വേഗം സ്വിച്ച് ചെയ്യും. എന്താണെന്ന് അറിയാം, നമ്മൾ ഭയങ്കരമായിട്ട് ദൈവസന്നിധിയിൽ യാചിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു അടിമയും ദൈവം ഒരു യജമാനനും എന്ന ലെവലിലത്തെ യാചനയല്ല. ചിലരങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെറുതെ ഇനി ആവർത്തന വിരസത വേണ്ട. മണ്ണിനടിയിൽ കിടക്കുന്ന ഇതുവരെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപോലും പിടിച്ചിട്ടില്ലാത്ത ചില പുഴുക്കളുടെ പേരൊക്കെ പറഞ്ഞ് ഞാൻ അതാണ് അതുകൊണ്ട് എന്നോട് കടാക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നോ. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപോലും പിടിക്കാത്ത ഒരു പുഴുവിന് വേണ്ടി യേശു വരേണ്ട കാര്യമില്ല. ഉണ്ടോ? ഞാനൊരു കൃമിയാണ്. ഉണ്ടോ? കൃമിക്ക് വേണ്ടി യേശു വരേണ്ട കാര്യമുണ്ടോ? കൃമിയെയാണോ പുത്രൻ്റെ സ്ഥാനത്തിരുത്തിയേക്കുന്നത്? പുത്രനോട് കൂടെ സ്വർഗത്തിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:22 ഇരുത്തിയിരിക്കുന്നത് ഒരു കൃമിയെ പിടിച്ച് യേശുവിൻ്റെ കീഴിൽ ഇരുത്തിയിരിക്കും അല്ല. സ്തോത്രം. ഞാനൊരു പൊട്ടനാണ്, മണ്ടനാണ്, വിഡ്ഢിയാണ്, അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല. ഞാൻ പുത്രനാണ്. പിന്നെ എൻ്റെ കുഞ്ഞ് എന്നോട് വന്ന് യാചിക്കുമ്പം അവൻ അടിമയും ഞാൻ എന്തോ ഉടമയായോണ്ടല്ല എൻ്റെ മുമ്പിൽ വന്ന് അപ്പാന്ന് പറഞ്ഞ് അവൻ ഓരോ കാര്യങ്ങൾ. പക്ഷെ അവൻ്റെ ആ യാചനയ്ക്കകത്തൊരു സ്നേഹവും ആശ്രയത്വവും മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഒരു അപ്പൻ എന്നുള്ള നിലയിൽ ഒരു സ്നേഹവും സ്വാതന്ത്ര്യവും ആശ്രയത്വവും, ഇത് മൂന്നുമേ എനിക്ക് അവനിൽ കാണാൻ പറ്റുന്നുള്ളൂ. അവൻ എന്തെങ്കിലും വന്ന് ചോദിക്കും, അതിനകത്ത് അവൻ വാശി കാണിച്ചെന്നിരിക്കും, കരഞ്ഞെന്നിരിക്കും, ഇവിടെ കിടന്ന് ഉരുണ്ടെന്നിരിക്കും, മറിഞ്ഞെന്നിരിക്കും. പക്ഷേ ഇത് മൂന്നേ എനിക്ക് അവന് എപ്പോഴും കാണാൻ പറ്റുന്നു. അയ്യോ, ഒന്നിനും കഴിവില്ലാത്ത ഒരുത്തൻ, ഞാൻ ചെയ്തു കൊടുത്താൽ മാത്രം നടക്കുന്ന ഒരുത്തൻ എന്നൊരു ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എനിക്ക് അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണാനേ പറ്റുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ അപ്പനും നമ്മളെ യാചിക്കുമ്പോൾ കാണുന്നത്. അല്ലാതെ ദേ വരുന്നൊരു പുഴു, ദേ വരുന്ന ഭൂമിയുടെ 7 തട്ട് കീറിയ ഒരു പുഴു എന്നൊന്നും പറഞ്ഞ് ദൈവം നമ്മളെ കാണുന്നില്ല കേട്ടോ. വെറുതെ നമ്മൾ ദൈവത്തിൻ്റെ വിഷമം വാങ്ങി വെക്കണ്ട. ഒരു പുഴുവല്ല നിങ്ങൾ, ഒരു കൃമിയല്ല നിങ്ങൾ, ഒന്നിനും കൊള്ളാത്ത ഒരാളല്ല നിങ്ങൾ. നിങ്ങളെ കൊണ്ട് ചിലതൊക്കെ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഈ അഭിഷേകവും കൃപയും നമുക്ക് തന്നേക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു മെൻറ്റാലിറ്റി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടട്ടെ. അപ്പോൾ യാചനയുടെ ഒരു മോഡിലേക്ക് നമുക്ക് പോകാൻ ചില സമയം ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും. അടുത്തതാണ് 4-ാമത്തെ മധ്യസ്ഥതയുടെ ഒരു മോഡ്. നമുക്ക് ചിലർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങ് പ്രേരിപ്പിക്കുകയും. ചിലർ എന്നോട് പറയാൻ, പാസ്റ്റർ ഞാൻ പാസ്റ്ററിന് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാനിരുന്നതല്ല, പക്ഷേ എനിക്കറിയത്തില്ല, പാസ്റ്ററുടെ മുഖം എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടുവന്നു. എൻ്റെ മുഖം മുന്നിൽ കൊണ്ടുവന്നിട്ട് മനഃപൂർവ്വമായി തള്ളി മാറ്റി വേറെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചവരുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ. പാസ്റ്ററുടെ മുഖം ഭയങ്കരമായിട്ട് കൂടി എന്താ കാര്യമൊന്നും അറിയത്തില്ല, ഞാൻ പാസ്റ്ററിന് വേണ്ടി പക്ഷേ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എന്നോട് ചിലർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അന്നത്തെ ദിവസം കർത്താവ് ആ ഒരു സമയം നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലൊന്നാണ് അത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മുഖം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ കയറി പിടിച്ചോണം. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്തോന്ന് കിട്ടാൻ എന്ന സ്വാർത്ഥത സെക്കൻഡിൽ മാറ്റി വെച്ചോണം. കാരണം ഒന്ന് ഏൽപ്പിച്ച് നോക്കിയതാ ചില കാര്യങ്ങൾ. കർത്താവ് ചില കാര്യങ്ങൾ ഏൽപ്പിച്ച് നോക്കിയതാ. നിങ്ങളെങ്ങനെ അതിനെ എടുക്കും,
ഏൽപ്പിച്ചു നോക്കിയതാ. എങ്കിലേ നിങ്ങൾ ചോദിക്കുന്ന ഭയങ്കര ഭീമമായ വേറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ദൈവത്തിന് എത്തിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ മുഖമായിരിക്കും, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ പേരായിരിക്കും, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരിക്കും. ദൈവം കാണിച്ചാൽ ആസ്തി കയറി പിടിച്ചോണം, ആ സെക്കൻഡിൽ പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ വിടുതലിന് വേണ്ടി, ആ സ്ഥലത്തിൻ്റെ വിടുതലിന് വേണ്ടി, ആ വ്യക്തി ദൈവത്താൽ സ്പർശിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അതൊരു ദൈവിക നിയോഗമാണ്. അത് കർത്താവിന് മാത്രമേ അറിയുള്ളൂ നിങ്ങളെ എന്തിന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം അത് എത്തിച്ചു എന്നുള്ളത്. അത് ഒരു മധ്യസ്ഥത ലെവലിലോട്ട് ദൈവം നമ്മളെ കൊണ്ടുപോകാറുണ്ട്. അഞ്ചാമത്തെ കാര്യമാണ് കൃതജ്ഞത. നമുക്ക് നന്ദി ഉണ്ടാവണം ദൈവസന്നിധി. നമ്മൾ ദൈവത്തോട് നന്ദി ഉണ്ടാകണം, ദൈവവചനത്തോട് നന്ദി ഉണ്ടാകണം, ദൈവ സാന്നിധ്യത്തോട് നന്ദി ഉണ്ടാകണം. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന, വചനം പഠിപ്പിക്കുന്ന വ്യക്തിയോട്, പാസ്റ്ററോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടാകണം. നിങ്ങളെ ദൈവം അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടാകണം. അതൊരു ചർച്ച ആയിരിക്കാം, അത് ഇതുപോലൊരു ഓൺലൈൻ വിർച്വൽ പ്ലാറ്റ്ഫോം ആയിരിക്കാം. നിങ്ങൾക്ക് നന്ദി ഉണ്ടാകണം. കൃതജ്ഞത എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും കൃതജ്ഞത ഇല്ലാത്തത് നമ്മുടെ അനുഗ്രഹത്തെ തടയും. അപ്പോൾ ഇത്രയും കാര്യം ഞാനൊന്ന് മുഖവുരയായി പറഞ്ഞു വെച്ചു. ഇതാണ് പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ. എന്തുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്കറിയാം ഇതിലേതെങ്കിലും ഒരു വാക്യത്തിലോട്ട് ഞാൻ പോയാൽ പിന്നെ വേറെ 4 എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു നിറവ് ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്, ആരാധന. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ആരാധനയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും എല്ലാം നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല മനുഷ്യനാണ്, ഒരു വേറിട്ട് നിൽക്കുന്ന മനുഷ്യനാണ് ദാനിയേൽ പ്രവാചകൻ. ദാനിയേൽ ജനിച്ചപ്പോഴേ പ്രവാചകനായിരുന്നില്ല. ദൈവത്തോടു കൂടെ വളർന്നപ്പോൾ ആ മനുഷ്യൻ്റെ മേലൊരു പ്രവാചകാത്മാവ് വന്നു. നോക്കൂ, ഞാനും നിങ്ങളും ഒന്നും ജനിച്ചപ്പോഴേ പാസ്റ്റർ ആയിരുന്നില്ല, പ്രാർത്ഥിക്കുന്ന വീരന്മാരായിരുന്നില്ല. പക്ഷെ നമ്മളെ ദൈവം വളർത്തി കൊണ്ടുവന്നപ്പോൾ ഇതാ ഇന്ന് കാണുന്ന ഈ നിലവാരം വരെ എത്തി. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, കുറേ കൂടെ ഒരു അനുസരണ, കുറേ കൂടെ ഒരു സമർപ്പണം, കുറേ കൂടെ ഒരു കാര്യങ്ങൾക്കകത്തുള്ളൊരു ചിട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നമ്മളൊക്കെ വളരുമായിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ ചില അനുസരണക്കേടുകൾ നമ്മുടെ വളർച്ചയുടെ വേഗതയെ മന്ദീഭവിപ്പിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയും ഇല്ല. എന്നാലൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ സെക്കൻഡ് മുതൽ ഈ ഒരു ആശയം ഞാൻ കേട്ടത് മുതൽ എൻ്റെ അനുസരണം, അങ്ങയോടുള്ള എൻ്റെ അനുസരണം, വചനത്തോടുള്ള എൻ്റെ വിധേയത്വം, ദൈവശബ്ദത്തോടുള്ള എൻ്റെ അനുസരണം യേശുവിൻ്റെ നാമത്തിൽ എന്നിൽ വർദ്ധിക്കട്ടെ. എത്ര പേർക്ക് അതൊന്ന് പറയാൻ പറ്റും? അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നൊന്ന് പറയാൻ പറ്റും. ഒന്ന് എൻ്റെ അനുസരണം ഇപ്പോൾ മുതൽ വർദ്ധിക്കട്ടെ എന്നൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. എൻ്റെ അനുസരണം യേശുവിൻ്റെ നാമത്തിൽ ഈ സെക്കൻഡ് മുതൽ ഒന്ന് വർദ്ധിക്കട്ടെ. ദൈവത്തിൽ എൻ്റെ അനുസരണം ഒന്ന് വർദ്ധിക്കട്ടെ, ദൈവത്തോട് എൻ്റെ അനുസരണം ഒന്ന് വർദ്ധിക്കട്ടെ എന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നവർ ദയവായി ഒന്ന് ടൈപ്പ് ചെയ്താട്ടെ. വായിക്കുന്നവർക്ക് അതൊരു ആലോചനയായി കിടക്കട്ടെ. അപ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവന് ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വരും. ഇനി ഞാനൊരു ഇൻവിസിബിൾ അറ്റാക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇൻവിസിബിൾ അറ്റാക്ക്. നമ്മളെപ്പോഴും ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു ശത്രു വന്നാൽ എനിക്ക് ആ വ്യക്തിയെ നിഷ്പ്രയാസം കീഴടക്കാൻ പറ്റും. കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ, കൈക്ക് ബലമുണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം കീഴടക്കാൻ പറ്റും. എന്നാൽ ഇൻവിസിബിളായിട്ട് വരുന്നതും, പ്രത്യേകിച്ച് യൂണിഫോം ഇട്ട് വന്നാൽ അല്ലെങ്കിൽ വേഷം മാറി വന്നാൽ, ഒരു പോലീസ് അല്ലാത്തൊരു വ്യക്തി പോലീസ് വേഷം ഇട്ട് വന്നാൽ, അയ്യോ പോലീസ് വന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഏറെക്കുറെ ആൾക്കാരും ആ മനുഷ്യൻ്റെ മുമ്പിൽ കീഴടങ്ങി നിൽക്കും. കാര്യം എന്താ? ആ യൂണിഫോം ഒരു വിലയുള്ളതാ യൂണിഫോം. എന്നാൽ ശരിക്കും നല്ല ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ആ പോലീസുകാരൻ്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും രീതികളാണെങ്കിലും ജ്ഞാനമാണെങ്കിലും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവൻ പോലീസ് അല്ല, വ്യാജനാണ് എന്ന് മനസ്സിലാകാനായിട്ട് പറ്റും. ആത്മീയ ജീവിതത്തിൽ നമുക്കത് സാധിക്കണം. പ്രവാചകന്മാരെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം, കള്ള പ്രവാചകന്മാരെയും തിരിച്ചറിയാൻ സാധിക്കണം, ആടിനെയും തിരിച്ചറിയാനായിട്ട് സാധിക്കണം, ആട്ട് രോമം ധരിച്ചതിനെയും തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഇവിടെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ സംബന്ധിച്ചും അദ്ദേഹം ഒരു ഇൻവിസിബിൾ അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. ദാനിയേൽ ദൈവകാര്യങ്ങളിലും രാജ്യകാര്യങ്ങളിലും വിശിഷ്ടനായി വിളങ്ങിയ ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിൻ്റെ വചനം ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം വ്യക്തമായി പറയുന്നു. അതിന് 1 മുതൽ
താഴേക്ക് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ 3-ാമത്തെ വാക്യം, 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. വിശിഷ്ടനായി വിളങ്ങാൻ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിശേഷപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. വിശിഷ്ടനായി നിങ്ങൾക്ക് വിളങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പാർലറിൽ പോയിട്ട് കാര്യമില്ല, നല്ല വസ്ത്രം മാത്രം ധരിച്ചിട്ട് കാര്യമില്ല, നല്ല ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വിശേഷപ്പെട്ട ഒരു ദൈവിക ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എപ്പോഴും പറയാറും പഠിപ്പിക്കാറുള്ളൊരു കാര്യമാണ്. ബാക്കി എന്തോ ചെയ്താലും നിങ്ങൾ എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ ബോഡിക്ക് കൊള്ളാം, നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് കൊള്ളാം, നല്ല വസ്ത്രം ധരിച്ചാൽ 4 ആൾ നിങ്ങൾ നല്ല വൃത്തിയായ വേഷം ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെന്ന് പറയും. ഇതൊക്കെ നിങ്ങളെന്ന വ്യക്തിയുടെ പുറം മനുഷ്യനെ മാത്രമേ വാല്യുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളെന്ന വ്യക്തിയുടെ അകം മനുഷ്യനെ വാല്യുവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുമായി ഒന്ന് ഇടപഴകണം. അങ്ങനെ നോക്കുമ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി അകത്തും പുറത്തും ഒരുപോലെ വിശേഷപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. ഇത്രയും നല്ലൊരു ഒരു റോൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഡ്യൂട്ടി ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി വിശിഷ്ടനായി വിളങ്ങണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ പുറവും അകവും ഒരുപോലെ വിശേഷപ്പെട്ടതായിരിക്കണം. നമുക്ക് സാധാരണ ഒരു കോൺസ്റ്റബിൾ മുന്നിൽ വന്ന് നിൽക്കുന്നതും ഒരു DYSP അല്ലെങ്കിൽ ഒരു DGP റാങ്കിലുള്ള ഒരു വ്യക്തി വന്ന് മുമ്പിൽ നിൽക്കുന്നത് രണ്ടും രണ്ട് തന്നെയാണ്, അല്ലേ? രണ്ടും രണ്ട് തന്നെയാണ്. വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ് ദാ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ യൂണിഫോമും തോളിലെ സ്റ്റാറും എല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അദ്ദേഹത്തിൻ്റെ ക്യാപ്പും എല്ലാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇദ്ദേഹം DGP റാങ്കിലുള്ള ഒരു വ്യക്തിയാണ്. ഇതുപോലെയാണ് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം പുറത്തും അകത്തും ഒരുപോലെ ചേഞ്ച് ഓവർ ചെയ്തൊരു വ്യക്തിയാണ്. പ്രാർത്ഥനയുടെ ഭാഗങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളിലൊരു ചേഞ്ച് ഓവർ നടക്കും. അകത്ത് കയറുന്നൊരു വ്യക്തി ആയിരിക്കത്തില്ല പുറത്തോട്ട് ഇറങ്ങുന്ന, ഒരു ഭയങ്കര ചേഞ്ച് ഓവർ നടക്കും. നമ്മൾ പോലും അറിയാതെ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ചേഞ്ച് ഓവർ നടക്കും. നോക്കൂ, എത്ര മണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചു എന്നതിൽ കാര്യമില്ല. നമ്മൾ കിട്ടുന്ന സമയമൊക്കെ ദൈവസന്നിധിയിൽ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് നമ്മൾ അന്യഭാഷകളിലാണെങ്കിൽ അല്ലാതെയാണെങ്കിലും പ്രാർത്ഥിക്കുന്ന, ആഴ്ചയിൽ 6 ദിവസം ഉപവസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കാര്യമില്ല. നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പം പുറം മിനുങ്ങുന്നുണ്ട്, പക്ഷെ അകത്തെ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ ആ ടൈം വേസ്റ്റ് ആണെന്ന് ഞാൻ പറയും. നമ്മുടെ അകത്തെ സ്വഭാവത്തിനകത്തൊരു ഡെവലപ്മെൻറ്റ് വരുന്നില്ല. നമ്മളിലത്തെ ആ ഒരു പിടിവാശിയും നമ്മളിലത്തെ ആ ഒരു നമ്മുടേതാകുന്ന ഒരു ജനന സ്വഭാവമുണ്ട്, ഒരു ജന്മവാസന എന്ന് പറയുന്ന പോലെ ഒരു ജനന സ്വഭാവമുണ്ട്. ആ ജനന സ്വഭാവത്തിൽ ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഒരു ചേഞ്ച് ഓവർ അകത്ത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്തൊക്കെയോ ഇരുന്ന് വൃഥാ ജപിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും അതിനകത്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യന് ഒരേപോലെ അകവും പുറവും തിളങ്ങിയ ഒരു മനുഷ്യനെ വിശിഷ്ടനായി വിളങ്ങി എന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ പറയുമ്പോൾ ശ്രദ്ധിച്ചോ, വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, വിശേഷത കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഇൻവിസിബിൾ അറ്റാക്ക് ഉണ്ടാവും. അത് കൂടെ നിൽക്കുന്നവർ തന്നെ ആയിരിക്കും ശത്രുക്കളായി മാറുന്നത്. ശ്രദ്ധിച്ചോണേ, ഞാൻ ഇനി എൻ്റെ മെസ്സേജ് ഒരു 15-20 മിനിറ്റിനകത്ത് ഞാൻ ക്ലോസ് ചെയ്യും. കൂടെ നിൽക്കുന്നവരെ തന്നെ നമ്മുടെ ശത്രുക്കളാക്കി മാറ്റും. പ്രാർത്ഥനയുടെ വ്യത്യസ്ത ഭാഗങ്ങളാണ് നമ്മൾ തൊട്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രെയർ ലൈഫ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും പല കാര്യങ്ങളിൽ ദൈവം അവനെ സ്പെഷ്യലാക്കും. കാരണം ഇവിടെ ഒരേ തസ്തികയിൽ ജോലി ചെയ്യുമ്പോൾ ദാനിയേലിനെ ഒരു പക്കം മുമ്പിൽ അപ്പോയിന്റ് ചെയ്തതിൻ്റെ പിന്നിൽ ഒരു ഭയങ്കര അസൂയ കൂടെ നിന്ന 2 പേർക്കുണ്ട്. തൻ്റെ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഒരു കള്ളവും കപടവും കാണിക്കാതെ, എനിക്ക് രാജാവിനും ദൈവത്തിനും ഞാൻ അക്കൗണ്ടബിൾ ആണ് എന്ന ബോധ്യത്തോടെ ആ മനുഷ്യൻ പ്രവർത്തിച്ചത് കൊണ്ട് കൂടെ നിൽക്കുന്നവർക്ക് ഒന്നും പോക്കറ്റ് മണി ആയിട്ട് എടുക്കാനും പറ്റാത്തത് കൊണ്ട് ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിയോട് അസൂയ ഉണ്ടായി. അപ്പം നോക്കിക്കേ, 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ
സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഒരു പ്രൊമോഷൻ ഈ മനുഷ്യൻ്റെ ലൈഫിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ നോക്കിക്ക് അറ്റാക്ക് വരുക. ഓ കമോൺ, ഇതൊരു ഭയങ്കര ദൂതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു ഉയർച്ച വരുമെന്ന് നമുക്കറിയാം. ഉടനെ അതിൻ്റെ മുന്നിൽ ഒരു തടസ്സം വരും. നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് കാശും കയ്യിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഇന്നൊരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാം, നമ്മുടെ ലൈഫിൽ ഒരു വളർച്ചയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കും. ഉടനെ അതിൻ്റെ നേരെ ഒരു തടസ്സം വരും. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻക്രിമെൻറ്റ് വരാനായിട്ട് വരുമ്പോൾ നമുക്കറിയാം ഒരു ഇൻക്രിമെൻറ്റ് നടക്കും. ഉടനെ അതിൻ്റെ മേലൊരു തടസ്സം വരും. നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഉണർന്നു വരും, നമുക്കറിയാം ഒരു ഉണർവ് സംഭവിച്ചു. ഉടനെ അതിൻ്റെ മേലൊരു ഇതൊരു ഇൻവിസിബിൾ അറ്റാക്കാണ്. അതിൻ്റെ പുറകിൽ ചലിക്കുന്ന ഒരസൂയയുടെ വ്യാപാരം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകളെ തടയുന്ന ഇൻവിസിബിൾ അറ്റാക്കുകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അസൂയയുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് ബന്ധിച്ച് തകർത്ത് കീഴടക്കാൻ പോവുകയാണ്. നോക്കിയേ, രാജാവ് വിചാരിച്ചു, ദാര്യാവേശ് വിചാരിച്ചു ഇവൻ്റെ ജോലി കൊള്ളാം. ദൈവത്തിന് പറയാൻ പറ്റണം കേട്ടോ, ഇവൻ കൊള്ളാം, ഇവൻ ഏൽപ്പിച്ച കാര്യത്തിൽ ഇവൻ വിശ്വസ്തനാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ വിമുഖത കാണിച്ചൊരു വ്യക്തിയല്ല ദാനിയേൽ. ദൈവത്തിനും വിശ്വസ്തനായിരുന്നു, രാജാവിനും വിശ്വസ്തനായിരുന്നു. അദ്ദേഹം ദിവസം 3 നേരം ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ജോലിഭാരം കൂടിയപ്പോഴും ഉണ്ടായിരുന്നു, അല്ലാത്തപ്പോഴും ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെയും പ്രശ്നം. ഇവൻ പ്രാർത്ഥിച്ച ഇത് മുഴുവൻ നേടുന്നെന്നുള്ളത് ഈ കൂടെ നിൽക്കുന്നവന്മാർക്കറിയാം. അതുകൊണ്ട് അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ ഇവനെ കുറ്റക്കാരനാക്കാൻ ഒക്കുകയില്ലടാ എന്നും പറഞ്ഞാണ് ഈ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളി ഈ പണിയൊക്കെ കാണിച്ചു വെക്കുന്നത്. അവനെതിരെ ഇതിനെതിരെ തന്നെ നമുക്കൊരു പണി വെക്കണം, നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചേ. ആകയാൽ സകല അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. ഇപ്പം ശത്രുക്കളുടെ എണ്ണം നോക്കണേ. സകല അധ്യക്ഷന്മാർ, പ്രധാന ദേശാധിപന്മാർ രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാര്യം എന്താ? അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. പ്രയർ ലൈഫിൽ ഇങ്ങനൊരു നിർബന്ധം വേണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. തെറ്റും കുറ്റവും സംഭവിക്കാം, അറിയായ്മ കൊണ്ട് സംഭവിക്കാം. ദൈവവചനത്തിൽ തന്നെ പറയുന്നല്ലോ, നിങ്ങളുടെ അറിവില്ലാത്ത കാലം എന്ന് പറയുന്നല്ലോ. എന്നാൽ നമുക്ക് ഇത്രയും വചനം കേൾക്കാനും പഠിക്കാനുമുള്ള സോഴ്സുകൾ കർത്താവ് തുറന്നു വെക്കുമ്പോൾ ബോധപൂർവമായി ഒരു തെറ്റും കുറ്റവും ദൈവിക കാര്യങ്ങളിലാകട്ടെ, രാജ്യം നമ്മുടെ തൊഴിൽ കാര്യങ്ങളിലാകട്ടെ ഉണ്ടാകരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി മനഃപൂർവമായി ദാനിയേലിനെ പോലെ നമുക്കുണ്ടാകണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ കാര്യത്തിലും വിശ്വസ്തർ ആയിരിക്കട്ടെ. അപ്പോൾ ഈ കാരണം എന്താ? ഈ തെറ്റുകുറ്റം ചൂണ്ടിക്കാണിച്ച് നിന്റെ പൊസിഷനിൽ നിന്ന് താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന ദേശാധിപതികളുണ്ട്, അധ്യക്ഷന്മാരുണ്ട്, രാജ്യം സംബന്ധിച്ച ചില വ്യക്തികളുണ്ട്. അപ്പോൾ ജോലി കാര്യത്തിൽ കുറ്റമുണ്ടെങ്കിൽ അത് പറഞ്ഞ് നിന്നെ താഴെ തള്ളിയിടാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് കുറ്റമില്ല. എന്നാൽ പിന്നെ ഇവൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ തന്നെ ഒന്ന് വിരൽ ചൂണ്ടിയേക്കാമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. പലരും നമ്മുടെ കണ്ണിൽ കാണുന്ന രീതിയിലല്ല ശത്രുക്കളുടെ ചിന്തയും പ്രവൃത്തികളും. പലത് ഇൻവിസിബിളി വളരെ ഗൂഢാലോചന ചെയ്ത് നിങ്ങൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളാണ് പലതും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. ഇവിടെ ബൈബിൾ പറയുന്നത് നോക്കിയേ, അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിൻ്റെ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തോ ചെയ്തു? ഇവർ രാജാവിനെ കൊണ്ട് ഒരു നിയമം പുറപ്പെടുവിച്ചു. ഇന്ന് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ തകരും. ഒന്ന്, അസൂയയുടെ ഒരു വലിയ വ്യാപാര ശക്തി നമ്മുടെ മേഖലയിൽ നിന്ന് തകരും. നമ്മുടെ പ്രവർത്തന മേഖലയിൽ നിന്ന്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രി, നിങ്ങൾ പാർക്കുന്ന ദേശം, ഭവനം, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന്
ഒരു ഭയങ്കര അസൂയയുടെ ഒരു വ്യാപാരം പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റി. നിങ്ങൾ ജീവിക്കുന്നത് കണ്ട്, നിങ്ങൾ മുന്നേറുന്നത് കണ്ട്, നിങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്നത് കണ്ട്, ദൈവകാര്യങ്ങൾക്ക് നിങ്ങൾ ചുമൽ കൊടുക്കുന്നത് കണ്ട് ഒക്കെയുള്ള ചില അസൂയയുടെ വ്യാപാരങ്ങൾ, ദുഷ്ടൻ പടച്ചു വിട്ടിരിക്കുന്ന ചില വാക്കിൻ്റെ ബന്ധനങ്ങൾ, ദുഷ്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില ഗൂഢതന്ത്രങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പൊളിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് മുന്നേറാനുള്ളൊരു പ്രത്യേക അഭിഷേകം പരിശുദ്ധാത്മാവ് പകരും. മൂന്നാമത്തെ കാര്യം, ഈ നിങ്ങൾക്കെതിരെ ചിലത് ഉണ്ടാക്കിയ ദുഷ്ടരേഖകൾ, വിരോധമായ രേഖകൾ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യും. ഹല്ലേലൂയ. 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുമെന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു രേഖയുണ്ടാക്കി. സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഒരു രേഖയുണ്ടാക്കി. എന്നാൽ 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം അറിഞ്ഞ ദാനിയേൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മാതൃക. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നേരെ അസൂയയുടെ ഒരു ഭയങ്കര വ്യാപാരമുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ചിലർക്ക് കണ്ണുകടിയുണ്ട്. നിങ്ങൾ ഈ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുന്ന, നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ കേൾക്കാൻ ടൈം എടുക്കുന്ന, നിങ്ങൾ ദൈവകാര്യത്തിന് കൂടുതൽ അഗ്രസീവായിട്ട് നിൽക്കുന്ന, ഈ കാര്യത്തിലൊക്കെ ഇത് നടക്കാത്ത ചില വിദ്വാൻമാർക്ക് ചില അസൂയയും കണ്ണുകടിയും ഈർഷ്യയൊക്കെ ഉണ്ടെന്നറിയാം. എങ്ങനെ അതിനെ നമുക്ക് ജയിക്കാൻ പറ്റും? കാരണം ഒരു അസൂയയുടെ ഒരു വ്യാപാരം ഇങ്ങനെ കിടക്കുമ്പോൾ, ഒരു എതിർപ്പ് ഇങ്ങനെ കിടക്കുമ്പോൾ, ഇപ്പം ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, 10 പേര് ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും ഈ സാധനത്തിൽ കൂടെ ആ ശബ്ദമെല്ലാം അവിടെ വരും, ഇല്ലേ? മൈക്കാന്ന് പറഞ്ഞാൽ അവരവിടെ ഒന്ന് കൂവുകയോ ബഹളം വെക്കുകയോ ചാടുകയോ തുള്ളുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം ഇത് പിടിക്കും. ഇതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു അന്തരീക്ഷമില്ല. പിള്ളേരെല്ലാം കൂടെ ഇവിടെ വന്നിടത്ത് ബഹളം വെക്കുകയാണെങ്കിൽ എനിക്ക് പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും പറ്റൂല. ഇതുപോലെ തന്നെ ഇങ്ങനെ ചില വ്യാപാരങ്ങൾ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സ്ട്രെസ്സ് തന്നെയായിരിക്കും. എന്നാൽ ദാനിയേലിനെ സംബന്ധിച്ച് ഇത് അദ്ദേഹം രഹസ്യമായി അറിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ ലൈഫിൽ ദൈവം നമ്മളെ കാര്യങ്ങൾ അറിയിക്കാതെ ഒന്നും ഇരിക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സ്മെല്ല് കർത്താവ് തരും. എടാ, എന്തോ ഒരു സംതിങ് ഉണ്ട്, നീ ഒന്ന് കയറി ഇരിക്കുക, എനിക്ക് ചില കാര്യങ്ങളൊന്ന് ചെയ്യാനുണ്ട്. നീ ഒന്ന് വേർതിരിഞ്ഞിരിക്കണം, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, നിന്നിലൂടെ തന്നെ എനിക്കത് ചെയ്യാനുണ്ട്. കാരണം നമുക്ക് നേരെ ഒരു കാര്യം വരുമ്പോൾ കർത്താവ് നമ്മെക്കൊണ്ട് തന്നെ അത് നേരിടിക്കും, നമ്മളെ കൊണ്ട് തന്നെ കർത്താവ് അത് ചെയ്യും. അപ്പോൾ നീ ഒന്ന് വേർതിരിഞ്ഞിരിക്കും, എനിക്ക് നിന്നിലൂടെ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. കർത്താവ് നമ്മളെ വേർതിരിച്ചിരുന്നു. ഇത് ദാനിയേലിന് മാത്രമല്ല, ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളൊരു സെൻസാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരെ 4 ടൈപ്പ് ചെയ്ത് എടുത്തൊരൊറ്റ തട്ട് തട്ടും, പ്രാർത്ഥിച്ചോണേ എന്ന് പറഞ്ഞൊരു തട്ട് തട്ടും. എന്നിട്ട് നമ്മൾ നമ്മുടെ പണിക്ക് പോകും. അതല്ല ഇവിടെ ദാനിയേൽ ചെയ്ത് എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു കൊണ്ട്, അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തനായിട്ടിരുന്നിട്ട് പ്രാർത്ഥനയുടെ സമയം വന്നപ്പോൾ ആൾ വേർതിരിഞ്ഞു. ആമേൻ. പ്രാർത്ഥനയുടെ സമയം വന്നപ്പോൾ ആൾ വേർതിരിഞ്ഞു. 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുക, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ. അറിയണം. അറിവുകളാണ് നമ്മളെ ഉയർച്ചകളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു മീറ്റിങ്ങിലേക്ക് എത്താൻ പറ്റുമെന്നൊരു അറിവാണ് നിങ്ങളെ ഈ സന്ദേശം കേൾപ്പിക്കുന്നത്. ആ ലിങ്കിനകത്ത് എവിടെ ഈ സന്ദേശം ഇല്ല. പക്ഷെ ആ ലിങ്ക് തുറന്ന് നിങ്ങൾ കയറിയപ്പോൾ ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തുകയാണ്. കാര്യം ഞാൻ പറയുന്നത് എന്തുവാന്ന് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കണ്ട ഒരു 8-10 വാക്കിനകത്ത് YUTSW എന്നൊക്കെ പറഞ്ഞ് /: എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കുന്ന ആ ഒരു ലിങ്കിനകത്ത്, ആ ഒരു യൂട്യൂബ് ലിങ്കിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു സൂം ലിങ്കിനകത്ത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യവുമില്ല. പക്ഷെ അത് നിങ്ങൾ തുറന്ന് കയറിയപ്പോൾ ഈ സന്ദേശങ്ങൾ മുഴുവനും ആ ലിങ്കിനകത്ത് തന്നേക്കുക, മുഴുവൻ ഇതിനകത്ത്. ഇതുപോലെയാണ് ദൈവിക കാര്യങ്ങൾ. ഒരു ചെറിയൊരു അവസരമായിരിക്കും കർത്താവ് നമുക്ക് തരുന്നത്, ചെറിയൊരു പീരീഡായിരിക്കും കർത്താവ് നമുക്ക് തരുന്നത്. തുറന്ന് കയറിക്കോണം. രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ ഇന്ന് ചിലത് അറിഞ്ഞിട്ടാണ് ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നത്. ഈ മീറ്റിങ്ങിനകത്തുകൂടെ ഒരു സൗഖ്യം നിങ്ങൾക്ക് വരുമെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇന്ന് കയറിയത്. ഈ മീറ്റിങ്ങിനകത്തുകൂടെ എന്നോട് ദൈവം സംസാരിക്കുമെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ കയറിയത്.
ഈ മീറ്റിങ്ങിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ കയറിയത്. എനിക്ക് വിരോധമായി ചിലത് തകർക്കാനുള്ളൊരു ആലോചന കർത്താവ് തരും. എന്നോട് ദൈവം ഇന്നൊരു വാക്കിലൂടെയോ വചനത്തിലൂടെയെങ്കിലും സംസാരിക്കും. ഇതറിഞ്ഞിട്ടാണ് നിങ്ങളിന്ന് കയറിയത്. എന്നോടുള്ളൊരു ഇടപെടൽ എന്നുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ കയറിയത്. കർത്താവ് എൻ്റെ മേലൊരു പുതിയ പകർച്ച ഇന്ന് പകരും എന്നറിഞ്ഞിട്ടാണ് നിങ്ങൾ കയറിയത്. ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്നിലൊരു വലിയ ഡെലിവറൻസ് നടക്കുമെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ കയറിയത്. ഈ അറിവ് നിങ്ങളെ അടുത്തൊരു മണ്ഡലത്തിലേക്ക് ഉയർത്തും. ആമേൻ. ഈ അറിവ്, കാരണം ഈ അറിവ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവിശ്വാസികളുടെ മനസ്സ് സാത്താൻ കുരുടാക്കി ഇട്ടിട്ട് ദൈവവചനം ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയെന്ന് പൗലോസ്ലീഹ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതറിഞ്ഞതൊരു ഭയങ്കര വിടുതല, നിങ്ങൾ ഇന്ന് വന്നതൊരു ഭയങ്കര വിടുതല, നിങ്ങളത് കേട്ടോണ്ടിരിക്കുന്ന ഒരു ഭയങ്കര വിടുതല. ചില ശത്രു ചെവി പൊത്തുന്ന ഒരു കാഴ്ച ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാം. ശത്രു ചെവി പൊത്ത്, എനിക്ക് കേൾക്കണ്ട, ഈ സത്യം ജനം അറിയുന്നു എന്നുള്ളത് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചെവി പൊത്തി അലറുന്നൊരു കാഴ്ച എനിക്ക് എൻ്റെ വെളിപ്പാടിൽ കാണാൻ പറ്റുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാത്താൻ ജനത്തിനെതിരെ, ഈ കൂട്ടായ്മയ്ക്കെതിരെ, എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ അവൻ ചമച്ച സകല ദുഷ്ടരേഖകളും യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ആമേൻ. ജീസസ്. നോക്കിയേ, ദാനിയേൽ അറിഞ്ഞിട്ട് നേരെ പുള്ളി ഓടിയില്ല കേട്ടോ. അറിഞ്ഞിട്ട് പിന്നീടാകട്ടെ എന്ന് പറഞ്ഞില്ല കേട്ടോ. ചെയ്യാൻ പറ്റുന്ന കാര്യം അന്നേരം തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാ ദാനിയേൽ. ആരാ? ചെയ്യാൻ പറ്റുന്ന കാര്യം അന്നേരം തന്നെ, പിന്നീടാകട്ടെ, അടുത്ത പ്രാവശ്യം ആകട്ടെ, അടുത്ത മാസം ആകട്ടെ, അല്ലെ, ചെയ്യാൻ പറ്റുന്ന കാര്യം അന്നേരം. ചില അവസരങ്ങൾ ഷോർട്ട് പീരീഡാണ് കേട്ടോ. ചില അവസരങ്ങൾ ഷോർട്ട് പീരീഡാണ്. നിങ്ങളെ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവർ നിശ്ചയിക്കും സമയവും വെന്യൂ ഒക്കെ അവർ നിശ്ചയിക്കും. എനിക്കിന്ന് സമയമില്ല, ഞാൻ അടുത്ത മാസം വരെ എൻ്റെ ചാൻസ് അവിടെ വെച്ചേക്കാൻ പറഞ്ഞാൽ അവർ വെച്ചേക്കും. അവർ നല്ല പുള്ളിയെ വേറെ എടുക്കും. ഇതുപോലെയാണ്, ഷോർട്ട് പീരീഡാണ്. ചില കാര്യങ്ങൾ ഷോർട്ട് പീരീഡാണ്, ചില കാര്യങ്ങൾ ലോങ് പീരീഡാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ചില സമയങ്ങൾ ഷോർട്ട് പീരീഡാണ്, ചില സമയങ്ങൾ ലോങ് പീരീഡാണ്. ലോങ് പീരീഡ് ഉണ്ടെങ്കിൽ ഭാഗ്യം. എല്ലാ കാര്യങ്ങളും ലോങ് പീരീഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികം മനുഷ്യർ. എന്നാൽ ശ്രദ്ധിച്ചോ, ചില കാര്യങ്ങൾ ഷോർട്ട് പീരീഡാണ്. തിരുവെഴുത്ത് പറയുന്നു, ഇത് അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. ഹല്ലേലൂയ. അവൻ വീട്ടിൽ ചെന്നു. ദാനിയേൽ പറഞ്ഞു, രേഖ ഉണ്ടാക്കി, അത് നിന്നെ മാത്രം എയിം ചെയ്തിട്ടാണ്. രേഖ പോവാൻ പ്രാർത്ഥിച്ചാൽ പോവോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവനെ എയിം ചെയ്താണോ രേഖ ഉണ്ടാക്കിയത്? പ്രാർത്ഥിക്കുന്ന കുടുംബക്കാരന് എതിരെ ഉദ്ദേശിച്ചാണോ പണി ചെയ്തത്? ആ വിഷയത്തിന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ രേഖ മാഞ്ഞു പോവുള്ളൂ. ആത്മീയ കാര്യത്തെ സംബന്ധിച്ചാണ് രേഖ ഉണ്ടാക്കിയത്. ആത്മീയനാന്ന് കണ്ടതുകൊണ്ടാണ് രേഖ ഉണ്ടാക്കിയത്. അത് ആത്മാവിൽ മാത്രമേ നേരിടാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. അപ്പോൾ ഒരു പ്രാക്ടീസിനകത്തായിരുന്നു ഈ മനുഷ്യനുണ്ടായിരുന്നത്. ഒരു കണ്ടിന്യൂസ് എക്സസൈസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയർ എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ ഭാഗങ്ങൾക്കകത്ത് വളരെ 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 ഡൈമെൻഷൻസ് ഉണ്ട്. എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് പോയതുപോലെ അല്ല ഉച്ചയ്ക്ക് അദ്ദേഹം വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ വാതിൽ തുറക്കുന്നത്. രാവിലെ സന്തോഷിച്ചുകൊണ്ട് പോയി, പക്ഷെ ഉച്ചയ്ക്ക് കയറി വന്ന് ആത്മഭാരത്തോടെയാണ്. ഇത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. നമ്മൾ പറയും, രാവിലെ പ്രാർത്ഥിച്ച് വചനം വായിച്ച് എഴുന്നേറ്റത് തന്നെ ഇന്ന് സ്വസ്ഥതയോടെ ഉള്ളൊരു ദിവസമായിരിക്കണേ, ഭയങ്കര സന്തോഷമായിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഉച്ചയായില്ല, അതിന് മുന്നേ പോരാട്ടം തുടങ്ങി എന്ന് പറയുന്നവരാണ് അധികം ആൾക്കാർ. ശ്രദ്ധിക്കുക, രാവിലെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോയൊരു മനുഷ്യനാണ്, പക്ഷെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്നത് ആത്മഭാരത്തോടെയാണ്, വിഷമത്തോടെയാണ്. ഇതൊക്കെ ഇതിനകത്തുള്ളതാ. അത് ജാതിയൻ്റെ ജീവിതത്തിലും ഉണ്ട്, ദൈവമക്കളുടെ ജീവിതത്തിലും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കിക്കോ. മനുഷ്യ സഹജമായ കാര്യങ്ങളാണ് ഇതൊക്കെ. മനുഷ്യ സഹജമായ കാര്യം എല്ലാവർക്കും ഉണ്ട്. സമ്പന്നർക്കും ഉണ്ട് മനപ്രയാസം, പാവപ്പെട്ടവർക്കും ഉണ്ട് മനപ്രയാസം. എന്താ, സമ്പന്നർക്ക് പനിയൊന്നും വരൂലേ? വരും. പാവപ്പെട്ടവനും വരും. സമ്പന്നർക്ക് വരുന്നത് സമ്പന്നമായ പനി, പാവപ്പെട്ടവർക്ക് വരുന്നത് പാവപ്പെട്ട പനിയാണോ? അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും മനുഷ്യ സഹജമായ കാര്യം. യാഥാർത്ഥ്യത്തിന് നേരെ നമ്മൾ മുഖം മറക്കരുത്. ഹല്ലേലൂയ. നമ്മൾ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കുമ്പോൾ ദൈവമക്കൾക്ക്, രക്ഷിക്കപ്പെട്ടവർക്കുള്ള ഒരു വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, അവർക്ക് കഴിയാത്ത പലതിനെയും ഓവർകം ചെയ്യാൻ, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ
റൂട്ട് കട്ട് ചെയ്യാൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് കഴിയും എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് കഴിയും. കാരണം അവർക്കെപ്പോഴും ഒരു സ്പെഷ്യൽ വിസ്ഡം കർത്താവ് കൊടുത്തിട്ടുണ്ടാവും. രക്ഷിക്കപ്പെട്ടവർക്ക് സ്പെഷ്യൽ വിസ്ഡം, ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ് പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ടാവും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതാണ് അതിൻ്റെ അതൊരു പവറാണ്, അതൊരു അതോറിറ്റിയാണ്, അതൊരു പവറാണ്. അത് രക്ഷിക്കപ്പെട്ട ദൈവസന്നിധി നിൽക്കുന്ന ഒരു മനുഷ്യന് കർത്താവ് കൊടുത്തിട്ടുണ്ടാവും. അതാണ് ജാതീയനും ദൈവമക്കളും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇന്ന് നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് അസൂയയുടെയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ശരീരത്തെ കീഴടക്കിയിരിക്കുന്ന ഒരു രോഗാത്മാവുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിനും നേരെ വിരൽ ചൂണ്ടിയിരിക്കുന്ന ഒരു ശത്രു ഉണ്ടെന്നറിയാം. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അസൂയയുടെ ആത്മാവുണ്ട്, തകർച്ചയുടെ ആത്മാവുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളിൽ എല്ലാവർക്കും അറിയാം. നമുക്കത് അറിയാം. എന്തോ ഒരു പോരാട്ടോട്, എന്തോ ഒരു വൈശാചിക പോരാട്ടോട്, ചില വ്യക്തികളെ എങ്ങനെ എഗെയിൻസ്റ്റ് നമുക്കറിയാം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ട് എന്നും നമുക്കറിയാം. എന്നാൽ പലർക്കും അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് കേട്ടോ, രേഖ ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി പോയി അയ്യോ രാജാവേ അങ്ങനെയൊന്നും ചെയ്യല, അവരത് എന്നെ ഉദ്ദേശിച്ചാണ് ചെയ്തേക്കുന്നത്. നമുക്ക് വായിക്കുക പറയാൻ പറ്റത്തില്ല. ചില വ്യക്തികളോട് വായിക്കുക പറയാനൊക്കത്തില്ല. ചില സ്ഥലത്ത് വായിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല. ഉടനെ നമ്മളെ സംശയ കണ്ണിൽ കാണുള്ളൂ. കാരണം എന്താ? പിന്നിൽ ഇപ്പോഴും ലൈവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസൂയയുടെ ആത്മാവുണ്ട്, ഒരു ദുഷ്ടവ്യാപാരമുണ്ട്, പ്രാർത്ഥനയെ എതിർക്കുന്ന ഒരു ആത്മാവുണ്ട്. കാരണം ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഏഞ്ചൽസ് വരെ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞതെന്ന്? ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ചില കാര്യത്തിനൊക്കെ കയറി ഭക്ഷണമൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇരുന്ന് കഴിഞ്ഞ് അങ്ങ് ഇരിക്കും 21-40 ഒക്കെ. കാരണം ആ മനുഷ്യന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു പ്രെയർ അനോയിന്റിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ചിലതിനെയൊക്കെ ജയിക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഭക്ഷണത്തെ ജയിക്കാനുണ്ട്, നമുക്ക് പാനീയങ്ങളെ ജയിക്കാനുണ്ട്. നമുക്ക് നമ്മുടെ ചില മൈൻഡ് സിസ്റ്റത്തെ നമുക്ക് ജയിക്കാനുണ്ട്. ദാനിയേലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറുപടിയും കൊണ്ട് ആൾ എഴുന്നേക്കത്തുള്ളൂ എന്നാണ് ബൈബിൾ പറയുന്നത്. അത് ഏതെങ്കിലും ഒരിടത്ത് ഇരുന്നാൽ പിന്നെ കുപ്പിയിലെ വെള്ളം തീർന്നോ ഫ്ലാസ്കിലെ ചൂടുവെള്ളം തീർന്നോ ഒന്നും നോക്കൂല, ആൾ ഇരിക്കും എന്നാണ് പറയുന്നത്. ഇരിക്കാനും വേണം ഒരു അഭിഷേകം. അപ്പം ആർക്കോ സന്തോഷമായി, പാസ്റ്റർ നമുക്കിനി 10 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുക എന്ന് പറഞ്ഞാലും ചെയർ വിട്ടുകൊടുക്കാത്ത ചില ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് അഭിഷേകമല്ല, അത് മടിയെന്ന് പറയും. കാല് വയ്യാത്തവരെയും നടുമേലാത്തവരെയും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിനകത്ത്. എല്ലാ സർവ്വ ആരോഗ്യവും ദൈവം കൃപയാൽ തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് മേലെ എഴുന്നേക്കാം, പുള്ളി ഇനി ഇരുത്താൻ അരമണിക്കൂർ കഴിയും എന്ന് പറയുന്ന ചില വിദ്വാൻമാരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. മോനെ, എഴുന്നേക്കാനും വേണം ഒരു അഭിഷേകം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് കയറി ഇരുന്നാൽ, ദാനിയേൽ കയറി ഇരുന്നാൽ പിന്നെ മറുപടിയും കൊണ്ട് എഴുന്നേക്കുള്ളൂ. അതൊരു അഭിഷേകമാണ്. കർത്താവ് എനിക്കത് വേണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു അഭിഷേകം എനിക്ക് വേണം കർത്താവേ. നമ്മൾ 3 ദിവസം ദൈവത്തിന് പിരീഡ് ഇടും. 3-ാമത്തെ ദിവസം വൈകുന്നേരം സൂര്യ അസ്തമിക്കുന്നതിന് മുന്നേ മറുപടി തന്നേക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കയറിയിരിക്കും. കർത്താവ് മൈൻഡ് ചെയ്യൂല. കർത്താവ് 21 ഡേറ്റ് ഇട്ടേക്കുന്നത്. പക്ഷെ അതിനു മുന്നേ നമ്മൾ മടുത്തിട്ട് എഴുന്നേറ്റ് പോകുമല്ല, നമ്മളെ എഴുന്നേറ്റ് പറഞ്ഞു വിടും. കാറ്റടിപ്പിക്കും എഴുന്നേറ്റ് പോകാൻ. നമ്മൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. എന്നാൽ ദാനിയേൽ അതിൽ ഇതുകൊണ്ട് ഈ വിശിഷ്ടനായി വിളങ്ങി എന്ന് പറയുന്നത്. എത്ര പേർക്ക് പറയാൻ പറ്റും എനിക്കൊന്ന് വിശിഷ്ടനായി വിളങ്ങി? എല്ലാ മേഖലകളിലും, എല്ലാ കാര്യങ്ങളിലും വിശിഷ്ടനായി എനിക്ക് വിളങ്ങണം. എത്ര പേർ പറയും അപ്പാ എന്നെ ദാനിയേലിനെ പോലെ വിശിഷ്ടനായി വിളങ്ങാനൊന്ന് അനുഗ്രഹിക്കണേ? കാരണം മറ്റൊരിടത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് ഹി വാസ് ഫിൽഡ് വിത്ത് എക്സലന്റ് സ്പിരിറ്റ് എന്നാണ്. ആ മനുഷ്യൻ്റെ അകത്തുള്ളൊരു സ്പിരിറ്റ് എന്ന് പറയുന്നത് എക്സലന്റ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത് ദാനിയേലിനെ കുറിച്ച്. വർക്ക് ചെയ്യാനൊരു എക്സലൻസ് സ്പിരിറ്റ്, പ്രാർത്ഥിക്കാൻ ഒരു എക്സലൻസ് സ്പിരിറ്റ്, കാര്യം അക്കൗണ്ട് ചെയ്യാനൊക്കെ ഒരു എക്സലൻസ് സ്പിരിറ്റ് ആയിരുന്നു ആ മനുഷ്യനിൽ വ്യാപരിച്ചത്. അങ്ങനെ ഒരു എക്സലൻസ് സ്പിരിറ്റിൽ എന്നെ നിറയ്ക്കണേ കർത്താവേ എന്ന് എത്ര പേർ ടൈപ്പ് ചെയ്യും? എത്ര പേർ പറയും വാഗോട്ടെ അപ്പാ എന്നെ ദാനിയേലിന്റെ മേൽ നിറച്ചുപോലെ ഒരു എക്സലൻസ് സ്പിരിറ്റ് കൊണ്ട് നിറയ്ക്കണേ പപ്പ. ഗ്ലോറി. ആ നിലയിൽ വിശിഷ്ടനായി വിളങ്ങിയിരുന്നൊരു മനുഷ്യനായിരുന്നു ദാനിയേൽ. ആ മനുഷ്യന് നേരെയാണ് ദേശാധിപന്മാർ, രാജ്യത്തിലെ വിശിഷ്ടന്മാർ, പ്രധാനികളായവർ, അധ്യക്ഷന്മാർ എല്ലാവരും ഒരുമിച്ച് ഗൂഢാലോചന കഴിച്ച് രേഖയുണ്ടാക്കിയത്. ഹല്ലേലൂയ. ഇനി എൻ്റെ ചോദ്യം, ആർക്കേലും എന്തെങ്കിലും ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നോ ദാനിയേൽ? അല്ല.
വിശിഷ്ടനായി വിളങ്ങണമെങ്കിൽ ഒരുത്തൻ്റെ സ്ഥാനം കുറയണം, ഒരുത്തൻ്റെ സാലറി കുറയണം, എൻ്റെ സാലറി കൂടണം, അവൻ്റെ പ്രൊമോഷൻ എനിക്ക് കിട്ടണം, അവൻ കയറിപ്പോണതിന് മുന്നേ എനിക്ക് കയറിപ്പോണം. ഇങ്ങനെയൊന്നും മനോഭാവം ഉള്ളവനൊന്നും എക്സലൻറ്റ് സ്പിരിറ്റിൽ വിളങ്ങത്തില്ല, വിശിഷ്ടനായി വിളങ്ങത്തില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, രഹസ്യ പാപങ്ങളിൽ ഒന്നാണ് ഈ സാധനം. പാപങ്ങൾ ഏറ്റു പറയുക എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ വേറെ ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്തുള്ളത് ഈ കാര്യം: മറ്റവനിക്ക് മുൻപേ എനിക്ക്, മറ്റവൻ കയറുന്നതിന് മുന്നേ എനിക്ക്, മറ്റവൻ വിവാഹം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ കുട്ടിക്ക്. ഇങ്ങനെയൊന്നുമുള്ള മനോഭാവങ്ങളെയൊന്നും ദൈവം എടുക്കൂല. വിശിഷ്ടത എന്ന് പറയുന്നതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എങ്ങനെ ഇവരോട് പറയാം? ഇപ്പം നമുക്ക് ഹൽവ മേടിക്കാൻ നമുക്ക് സാധാരണ ഒരു ബേക്കറി പോയി ഹൽവ മേടിക്കാം. നമുക്ക് നല്ല പേരൊന്നും പറയുന്നില്ല, നല്ല രീതിയിൽ നടത്തുന്ന ബേക്കറി പോയും നമുക്ക് ഹൽവ മേടിക്കാം. പക്ഷെ സാധാരണ ബേക്കറി കിട്ടുന്ന വിലയ്ക്ക് അവിടെ കിട്ടണമെന്ന് പറയരുത്. ഹല്ലേലൂയ. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു ദിവസം എൻ്റെ അമ്മ വന്നപ്പോൾ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. ബട്ടർ കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഷോപ്പിൽ നിന്ന് ബട്ടർ കേക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനകത്ത് മാവി കടിക്കുന്ന പോലെ ഇരിക്കും. ബട്ടർ കേക്ക് എന്ന് പേരെയുള്ള അതിനകത്ത് ബട്ടർ ഇന്ന് വരെ എൻ്റെ നാക്കി തൊട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. വലിയ ടേസ്റ്റും ഇല്ല. അങ്ങനെ ഇവിടെ അപ്പം അങ്ങനെ. പക്ഷെ ഒരു ദിവസം എൻ്റെ അമ്മ മേടിച്ചുകൊണ്ട് വന്നതിൽ സാധനത്തിൻ്റെ വില നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ വിലയുണ്ടെങ്കിൽ ഞാനിവിടെ 2 ബട്ടർ കേക്ക് മേടിക്കും. പക്ഷെ ഒരു കാര്യം, ഈ രുചി കിട്ടണമെന്ന് മാത്രം ഞാൻ പറയരുത്. മനസ്സിലായോ? ബേക്കറിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ ബേക്കറികളിൽ ഒന്നാണ്. അന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ഗിഫ്റ്റ് പോലെ മേടിച്ചുകൊണ്ട് വന്നതാണ് അത്. അപ്പോൾ അമ്മ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ആ വില കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ അമ്മ എന്തിന് ഇത്രയും വിലയൊക്കെ കൊടുത്ത് മേടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടാ, അവിടുത്തെ സാധനം ഒരു പ്രത്യേകതയാടാ എന്ന് പറഞ്ഞ് അമ്മ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഞാൻ അന്ന് അത് കട്ട് ചെയ്ത് കഴിച്ചു. ഞാൻ അവിടെ കയറി മേടിക്കാറില്ല. മേടിച്ച് കട്ട് ചെയ്ത് കഴിച്ചു. സത്യം പറയാമല്ലോ, ഞാൻ ആ ബട്ടർ കേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ബട്ടർ കേക്ക്. എന്നോട് ആർക്കും ദേഷ്യം ഉണ്ടാവല്ലേ കർത്താവേ. അതിൽ നിന്നൊരു എൻ്റെ കയ്യിൽ നിന്ന് ആ എണ്ണ, ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു മയം കൈ കഴുകിയിട്ട് പോലും പോകുന്നില്ല. തെല്ലും മായമില്ല അതിനകത്തുനിന്നുള്ളത്. അത് സൂക്ഷ്മമാണ്, ഉറപ്പിക്കലാണ്. അമ്മ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടു, ഇവിടെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ വേറൊരിക്കൽ വന്നപ്പോൾ പിന്നെയും മേടിച്ചുകൊണ്ട് വന്നപ്പോഴും ഇതേ ക്വാളിറ്റി. ഞാനൊരു കാര്യം പറയാം, വിശിഷ്ടനായി വിളങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാവശ്യത്തേക്കുള്ള കാര്യമല്ല. അവരുടെ പ്രവൃത്തികളിൽ എപ്പോൾ നോക്കിയാലും ആ സ്പെഷ്യാലിറ്റി കാണും. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നൊരു സമയം ഒരു സ്വഭാവവും, പ്രാർത്ഥിച്ച് കഴിയുമ്പം വേറൊരു സ്വഭാവവും അല്ല. എപ്പോൾ നോക്കിയാലും അമ്മ ആദ്യം വാങ്ങിച്ചപ്പോഴും ഉണ്ടായി, രണ്ടാമത് വാങ്ങിച്ചപ്പോഴും ഉണ്ടായി, പിന്നെ പറയണ്ടായിരുന്നു എന്ന് തോന്നി മൂന്നാമത് വന്നപ്പോഴും അത് മേടിച്ചുകൊണ്ട് വന്നു. കാര്യം എന്താണെന്നറിയാമോ? കൊളസ്ട്രോൾ കൂടും. എല്ലാം കണക്കിന് കഴിക്കുന്നതാണ് നല്ലത്. എല്ലാം നമ്മൾ കൊളസ്ട്രോൾ കൂടും, ഷുഗർ കൂടും, എല്ലാം കൂടും. എല്ലാം മിതമായി കഴിക്കുന്നതാണ് നല്ലത്. വീണ്ടും അപ്പം ഞാൻ പറഞ്ഞു, ഇനി മേടിക്കല്ലേ അമ്മ. കാര്യം എന്താ? കൊളസ്ട്രോൾ ഹൈ ആയി. അതുകൊണ്ട് കാര്യം രുചിയൊക്കെ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് മിതമായി കഴിക്കാൻ, അപ്പോഴത്തെ ഒരു സന്തോഷത്തിന് ഒരു അല്പം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് എൻ്റെ ഒരു മാനുഷികമായ ഉപദേശം. അപ്പോൾ കാര്യം, അമ്മ 2-3 പ്രാവശ്യം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴും ഒരേ ടേസ്റ്റ് ആ സാധനത്തിന്. ഒരു പ്രാവശ്യം ഒരു ലെവല്, പിന്നൊരു പ്രാവശ്യം വേറൊരു ലെവല്. ആള് കൂടിയെന്ന് കണ്ടപ്പോൾ പിന്നെ മാറ്റ് കുറയുന്നൊരു പരിപാടി വേറെ ഇല്ല. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഇതായിന്ന് കാണുമ്പോൾ പിന്നെ വേറൊരു മോഡാ. നോ, എപ്പോഴും ഒരേ ക്വാളിറ്റി ആയിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ സംഭവം അതാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ വിലയ്ക്ക് എന്തിനാണ് മേടിച്ചത്? ഈ വിലയുണ്ടെങ്കിൽ ഞാനിവിടെ 2 എണ്ണം മേടിക്കും, ചിലപ്പോൾ 3 എണ്ണം മേടിച്ചെന്നിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ജാട തള്ളി വിടാം. പക്ഷെ മോനെ, ആ ബേക്കറിയിൽ നിന്ന് മേടിച്ച ആ ഒരു ടേസ്റ്റും ആ ഒരു ഗുണവും അതിനകത്ത് അവരിട്ടേക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അവർ അവകാശപ്പെടുന്നു, ഇത് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി പരിശോധിച്ചാലും ഞങ്ങൾ പറയുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ ഇടുന്ന വില നീ തന്നേ പറ്റത്തുള്ളൂ. ഇത് പറയാൻ ആ കമ്പനിക്ക് പറ്റൂ, ഇത് പറയാൻ അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റൂ. കാര്യം എന്താ? നിനക്ക് അവിടെ ഈ വിലയ്ക്ക് 3 എണ്ണം കിട്ടുമായിരിക്കും, എങ്കിൽ നീ അവിടെ പോയി മേടിച്ചോണം. പക്ഷേ ഇവിടുന്ന് ഈ സാധനം നിനക്ക് കിട്ടണമെങ്കിൽ നീ ഈ വില തരണം, ഈ വില തന്നേ
പറ്റുള്ളൂ. ഇത് പറയാൻ ദാനിയേലിന് കഴിയും. ഇത് പറയാൻ ദാനിയേലിന് കഴിയും. അതുകൊണ്ട് ആ മനുഷ്യൻ വേറിട്ടൊരു വ്യക്തിയെ വിശിഷ്ടനായി, കാരണം ഇവിടെ ഈ സാധനം വിശിഷ്ടമായതാണ്. ഈ കമ്പനി, ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഇവരുടെ ഈ പ്രോഡക്റ്റ് വിശിഷ്ടമായ ഒരു സാധനമാണ്. അവിടെ ഈ സാധനത്തെ അവിടെ തള്ളും തിരക്കുവാന്നാണ് പറയുന്നത്. കാരണം ഈ സാധനം വിശിഷ്ടം. ഇത് ആ സ്ഥാപനത്തിൽ ഒത്തിരി സാധനങ്ങളുണ്ട്, അതിൽ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് വിശിഷ്ടമാണ്. നിന്നെ എവിടെ നിർത്തിയാലും നീ വിശിഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങളിലൊരു വേർപാടുണ്ടാകണം, നിങ്ങളിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടായിരിക്കണം. ആ ഇൻഗ്രീഡിയൻ്റ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുമാറാകട്ടെ. പക്ഷേ ലോകക്കാർക്ക് ഒരുപക്ഷെ നീ ഒരു വല്ലായ്മയായിരിക്കാം, ലോകത്തിലുള്ളവർക്ക് നീ ഒരു വല്ലായ്മയായിരിക്കാം. പക്ഷേ നിങ്ങളൊരു സ്പെഷ്യലായി നിൽക്കണമെങ്കിൽ, നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി ആകണമെങ്കിൽ നിങ്ങളിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടായിരിക്കണം. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടായിരിക്കണം. ആ ഹോളി സ്പിരിറ്റ് എന്നൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എക്സലന്റ് സ്പിരിറ്റ് എന്ന് കാണുന്ന ആ ഒരു സ്പെഷ്യൽ സ്പിരിറ്റ്, ആ ഒരു എക്സലന്റ് സ്പിരിറ്റിലുള്ള ഒരു വ്യാപാരം നമ്മളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും പേർ എക്സലന്റ് സ്പിരിറ്റ് ഉള്ളവനെ ഒരു സാധാരണ ഗ്രേഡിലുള്ളൊരു വ്യക്തിയല്ല അവൻ്റെ പുറകെ കൂടുക. നമ്മൾ വായിക്കണം, അധ്യക്ഷന്മാർ, ദേശാധിപന്മാർ, രാജ്യത്തിൽ പ്രധാനികളായവർ എല്ലാം എക്സലന്റ് സ്പിരിറ്റ് ഉള്ളവന് നേരെ തിരിഞ്ഞു. പ്രാർത്ഥനാ ജീവിതമുള്ളവന് നേരെ സാധാരണ സ്പിരിറ്റ് ഒന്നും തലപൊക്കത്തില്ല, ഞാഞ്ഞൂല് പോലത്തെ സാധനവും തലപൊക്കത്തില്ല. കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്പിരിറ്റ്, അതിനെ പൊക്കിയതല്ല, മനസ്സിലാക്കാൻ വേണ്ടി മാനുഷിക ഭാഷയിൽ പറഞ്ഞതാണ്. കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ് പ്രാർത്ഥിക്കുന്നവന് നേരെ, ദൈവശക്തി വഹിക്കുന്നവന് നേരെ നിൽക്കത്തുള്ളൂ. ഇവിടെ ദാനിയേലിന് നേരെ നിന്നത് കൂടെ വർക്ക് ചെയ്യുന്ന അതേ പൊസിഷൻ, ഗ്രേഡ് ഉള്ളവർ, കുറച്ചൊക്കെ പിടിപാടുള്ളവർ ആണ്. രാജാവിൻ്റെ അടുത്ത് ചെല്ലാൻ കഴിയുന്നവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, രാജാവിൻ്റെ അടുത്ത് ചെല്ലാൻ കഴിയുന്നവർ, നിയമ ഉപദേശകർ, രേഖ ഉണ്ടാക്കൂ എന്ന് പറയുവാൻ തക്കവണ്ണം പൊസിഷൻ ഉള്ളവരാണ് ദാനിയേലിന് നേരെ, പ്രാർത്ഥിക്കുന്ന മനുഷ്യന് നേരെ നിന്നത്. Why? He was carrying a special power. ദൈവശക്തിയിൽ വഹിക്കുന്നവനായിരുന്നു. ആമേൻ. He was shine with special power. ദൈവശക്തിയിൽ തിളങ്ങുന്നവനായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യന് നേരെ ശക്തരായവർ എഴുന്നേറ്റു. ഇത് ഞാൻ ആത്മാവിൽ പറയട്ടെ, എത്ര ശക്തനായവർ എഴുന്നേറ്റാലും ദൈവശക്തി വഹിക്കുന്ന താങ്കളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ തകർന്നു പോകത്തക്ക മാത്രമേ ഉള്ളൂ ഈ ശക്തിയും ഈ രേഖകളുമൊക്കെ. ഇന്ന് ചില രേഖകൾ കൊണ്ട് വേദനിക്കുന്നെങ്കിൽ, ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വ്യസനിച്ചിരിക്കുന്നെങ്കിൽ, ചില രേഖകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു. ആമേൻ. രാജാവ് എന്നാൽ ദാനിയേൽ വീട്ടിൽ ചെന്നു, ഈ രേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആമേൻ. പ്രാർത്ഥനയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒന്നാണ് കൃതജ്ഞത. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. എനിക്കറിയാം മെസ്സേജ് ഇനി ഒത്തിരി എടുക്കാനുണ്ട് ഇതിനകത്ത്, പക്ഷെ എൻ്റെ സമയം ഓൾറെഡി കഴിഞ്ഞുപോയി. ഞാൻ ഇവിടെ നിർത്തുവാണ്. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്താണ് റിസൾട്ട്? രേഖ മാഞ്ഞു പോകുവല്ല, നടപ്പിലാക്കിയ നിയമത്തെ നിങ്ങൾ ശ്രദ്ധിച്ചേ. രേഖ മാഞ്ഞു പോകുവല്ല, ആ രേഖ നിയമമായി നടപ്പിലാക്കി കഴിഞ്ഞ നിയമത്തെ ഒരു വിലയുമില്ലാത്ത ഒരു സാധനമാക്കി മാറ്റി മരണവിധിയെ ക്യാൻസൽ ചെയ്ത ഒരു ദൈവപ്രവൃത്തിയാണ് സിംഹക്കുഴിക്കകത്തിറങ്ങിയത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിയമം അത് നടപ്പിലാവല്ലേ, അത് കർത്താവേ നടപ്പിലാവല്ലേ, ഇതായിരിക്കുമല്ലോ നമ്മുടെ പ്രാർത്ഥന. എന്നാ കേട്ടോ, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിയമം നടപ്പിലായി. അപ്പൊ പിന്നെ ഇനി എന്തുകൊണ്ട്? നിയമം നടപ്പിലായല്ലോ, പിന്നെ ഇനി നിയമത്തിന് വിലയില്ലല്ലോ. നിയമം നടപ്പിലായി. പക്ഷെ ആ നിയമം, നടപ്പിലാക്കിയ നിയമം വിജയം കാണാൻ ദൈവം അനുവദിച്ചില്ല. ശ്രദ്ധിക്കണം, 2 വ്യത്യാസമുണ്ട്. നിയമം രാജാവ് എഴുതിച്ചു, രാജാവിനെ കൊണ്ട് എഴുതിച്ചു, രാജാവിന് പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ല. നിയമം നടപ്പിലാക്കി. നമ്മുടെ പ്രാർത്ഥന നിയമം നടപ്പിലാവില്ലേ കർത്താവേ, ആ നിയമം നടപ്പിലാവില്ലേ, അത് ക്യാൻസലായി പോണേ, നമ്മുടെ പ്രാർത്ഥന അതാണ്. പക്ഷെ നിയമം നടപ്പിലായി, ദാനിയേലിനെ സിംഹക്കുഴിക്കകത്തിട്ടു. അപ്പൊ ഇനി ആ നിയമം നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് രാജാവിന് നേരെയും വിരൽ ചൂണ്ടാനൊക്കത്തില്ല. നിയമത്തിൽ എന്തോ പാളിച്ച പറ്റി എന്ന് പറഞ്ഞ് പിന്നെ ഇനി അപ്പീലിന് പോകാനും ഒക്കത്തില്ല. കാരണം നിയമം നടപ്പിലാക്കി.
ഇതിൻ്റെ മേൽ എന്നാലും ദൈവം പ്രവർത്തിച്ചില്ലല്ലോ. കണ്ടില്ലേ, ആ നിയമം നടപ്പിലായി. പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ല, ഉപവസിച്ചിട്ട് ഗുണമില്ല, ഒരു ഗുണമില്ല. നിയമം നടപ്പിലായി. ഇനി ഇതിൻ്റെ പുറകിൽ ഒരുത്തനും ഒന്നും പറയാനൊക്കത്തില്ല. ദാനിയേലിനെ സിംഹം കടിച്ചില്ല എന്ന് പറയാനൊക്കത്തില്ല, സിംഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. സിംഹം കടിച്ചില്ല എന്നും പറയാനൊക്കത്തില്ല, സിംഹത്തിൻ്റെ പല്ല് ശരിയല്ല എന്നും പറയാനൊക്കത്തില്ല, സിംഹത്തിന് പല്ല് വേദനയാണെന്നും പറയാനൊക്കത്തില്ല. ആമേൻ. കാര്യം എന്താ? നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലൊരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് വിരോധമായി എഴുതിയ രേഖയെ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തിട്ടും നിന്റെ രേഖ, നീ എഴുതിയ രേഖയല്ല എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തത്തക്കവണ്ണം ഈ രേഖ എഴുതിച്ചവർ കാണുകെ, മുദ്ര ചെയ്ത രാജാവ് കാണുകെ, ഒന്ന് പഠിപ്പിക്കത്തക്കവണ്ണം പുതിയ ഒരു പത്രം പരിശുദ്ധാത്മാവ് സിംഹക്കുഴിക്കകത്ത് തുറന്നിട്ട് വായിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന പത്രം. കടിക്കാൻ വേണ്ടി നിൽക്കുന്ന സിംഹത്തിൻ്റെ വായെ ലോക്ക് ചെയ്യുന്ന ഒരു നിയമം, ഒറ്റയ്ക്ക് ഇരുട്ട് ഗുഹയ്ക്കകത്ത് എറിഞ്ഞ ദാനിയേലിന് കൂടെ ഇറങ്ങി നിൽക്കാൻ ദൂതൻ എന്ന പുതിയ ഒരു നിയമം, ആയുസ് എടുത്തു പോകരുത് എന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ച ദൈവത്തിൻ്റെ സംരക്ഷണം എന്ന നിയമം, അവസാനം സിംഹം കടിച്ച് കീറി പിരുത്ത് കളയുവാൻ സമയം കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഗുഹയ്ക്ക് വാതിലിൽ വന്ന് നോക്കിയപ്പോൾ അവനെ നിങ്ങളുടെ നിയമത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളതല്ല എന്ന് വെളിപ്പെടുത്തുന്ന പുതിയ നിയമം. ഞാൻ ആ പുതിയ നിയമത്തിനകത്താണ്. ഇപ്പം മനസ്സിലായോ? ഞാൻ പുഴുവല്ലാന്ന്, കൃമിയല്ലാന്ന്, ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത വല്ലാത്ത ഒരു ജീവിയല്ല ഞാനെന്ന് മനസ്സിലായോ? പുഴുവാണെന്ന് പറയല്ല, കൃമിയാണെന്ന് പറയരുത്, ഞാൻ ഇപ്പോഴും ശിശുവാണെന്ന് പറയരുത്. ഞാൻ പുതിയ നിയമത്തിനകത്തുള്ള ദൈവത്തിൻ്റെ മകനാണ്. എത്ര പേർ പറയും ഞാൻ പുതിയ നിയമത്തിനകത്തുള്ള ദൈവത്തിൻ്റെ മകനാണ്? പുതിയ നിയമത്തിനകത്തുള്ള ദൈവത്തിൻ്റെ മകനാണ്. ആ മകന് നേരെ, മകൾക്ക് നേരെ ഒരു നിയമം ഉണ്ടാക്കി എന്ന് പറഞ്ഞ്, ഒരു നിയമം പുറപ്പെട്ടു എന്ന് പറഞ്ഞ്, ഒരു കൂട്ടം അസൂയാലുക്കൾ നിങ്ങൾക്ക് വിരോധമായി വട്ടം കൂടി എന്ന് പറഞ്ഞു. അത് ശ്രദ്ധിച്ചേ, നിങ്ങളെ വളഞ്ഞ് ശത്രു നിൽക്കുന്നൊരു സന്ദർഭത്തിലായിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അവർ വന്ന് വളയുന്നതിന് മുൻപേ നിങ്ങളെ വളഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ തീ മതിലിനകത്താണ് ഞാനും നിങ്ങളും എന്ന ബോധ്യം ഉണ്ടാകട്ടെ. ചില രേഖകൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാവും. അസൂയയുടെ തന്ത്രങ്ങൾ ഇന്ന് പൊളിയും. പൈശാചിക വിധികൾ ഇന്ന് ക്യാൻസലാവും. പ്രാർത്ഥിച്ചേ, സകല മരണക്കെട്ടുകളും പൊളിയും, രോഗബന്ധനങ്ങൾ അഴിയും, സകല ഇരുട്ടിൻ്റെ നുകങ്ങളും ഇന്ന് ഒടിഞ്ഞു തകരും, എല്ലാ താമര വാതിലുകൾ ഇന്ന് തകർക്കപ്പെടും, ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെടും. എത്ര ദൈവമക്കൾക്ക് ആമേൻ പറയാൻ പറ്റും? പറയാൻ പറ്റുന്നവർ മാത്രം ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുവാണ്. ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുവാണ്. ആ ദൈവപ്രവൃത്തി എല്ലാവരും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ആരും മൗനമായിട്ടിരിക്കരുത്, എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ നിയമം, ഒരു പുതിയ ചില നിയമങ്ങൾ, നിയമ ഭയത്തോടെ ഇരിക്കുന്ന, ചില നിയമങ്ങളെ ഭയപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുണ്ട്. ചില വ്യക്തികളുടെ പ്രവർത്തികളെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ചില വ്യക്തികളുടെ ഇടപെടലിനെ ഭയപ്പെടുന്ന, അവർ നമുക്ക് വിരോധമായി സംസാരിക്കുമോ, ഞങ്ങൾക്ക് വിരോധമായി, എനിക്ക് വിരോധമായി രേഖ ഉണ്ടാക്കുമോ, എന്നെ ടെർമിനേറ്റ് ചെയ്യുമോ, എൻ്റെ പ്രൊമോഷൻ തടയുമോ, എൻ്റെ സാലറി ബ്ലോക്ക് ചെയ്യുമോ എന്നൊക്കെ ഭയപ്പെട്ടിരിക്കുന്ന, എനിക്ക് വരാനുള്ള നന്മകളെ തടയുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ചില 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 നിയമ പോരാട്ടത്തിലിരിക്കുന്ന വ്യക്തികളുണ്ട്. നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. സൗഖ്യത്തിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ട്. അസൂയാലുക്കളുടെ ഭയങ്കരമാകുന്ന പ്രതിരോധത്തെ തകർക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവിക വിടുതൽ, ദൈവിക വിടുതൽ ദൈവം കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ നിയമത്തിന് കൊല്ലാൻ കഴിയുന്നവനല്ല പ്രാർത്ഥിക്കുന്നവൻ. നിങ്ങൾ നടപ്പിലാക്കുന്ന നിയമം കൊണ്ട് തീർത്തു കളയാൻ കഴിയുന്നവനല്ല. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ, ദൈവത്തിന്റെ എക്സലന്റ് സ്പിരിറ്റിൽ വർക്ക് ചെയ്യുന്നവൻ. ഓ കം ഓൺ, ആ എക്സലന്റ് സ്പിരിറ്റിനകത്ത് കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അതിനുവേണ്ടി ഒന്ന് കൊതിക്കട്ടെ. ഞാനൊരു വിശേഷപ്പെട്ട ഒരു വ്യക്തിയാക്കി ദൈവം മാറ്റട്ടെ. ഒന്ന് ടൈപ്പ് ചെയ്ത്, ദൈവം എന്നെ ഒരു വിശിഷ്ടനാക്കി മാറ്റും.
എന്നെ ദൈവം വിശിഷ്ടനാക്കി മാറ്റും. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ എഴുതിയിരിക്കുന്ന രേഖകൾ പോലും ജീവനുള്ള ദൈവം മായ്ച്ചു കളയും. In the name of Jesus. നിങ്ങളുടെ ശരീരത്തിൽ കണ്ടെത്തിയ മാരകമാകുന്ന രോഗാണുവിനെ പോലും എന്റെ ദൈവം മായ്ച്ചു കളയും. അവിടുന്ന് സൃഷ്ടാവാകുന്നുവല്ലോ, അവിടുന്ന് സകലത്തിനും കാരണഭൂതനാകുന്നുവല്ലോ. സൗഖ്യത്തെ തടയുന്നതെല്ലാം മാറിപ്പോകട്ടെ എന്ന് പറയുക. എല്ലാ രഹസ്യ പാപങ്ങളും പരസ്യ പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ആ സൗഖ്യത്തെ തടയുന്നത് മാറിപ്പോകട്ടെ, വിടുതലിനെ തടയുന്നത് മാറിപ്പോകട്ടെ, നന്മകളെ തടയുന്നത് മാറിപ്പോകട്ടെ, അനുഗ്രഹത്തെ തടയുന്നത് മാറിപ്പോകട്ടെ, ഉയർച്ചകളെ തടയുന്നത് മാറിപ്പോകട്ടെ, ഒരാത്മീയ മുന്നേറ്റത്തെ തടയുന്നത് മാറിപ്പോകട്ടെ. In the name of Jesus, in the name of Jesus, oh glory, nemamarabo sande labroto sabre kamanaso. In the name of Jesus, ദൈവിക ഇടപെടലുകൾ വെളിപ്പെടട്ടെ. പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ. ഞാൻ ഇത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സൂമും യൂട്യൂബും ഒരുപോലെ ഡിസ്കണക്ട് ആകും. സൂമും യൂട്യൂബും ഒരുപോലെ ഡിസ്കണക്ട് ആകും. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ. ഞാൻ രണ്ടുപേർക്കും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. സൂമിലും യൂട്യൂബിലും ഉള്ളവർക്കും കൂടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ, ഒരു ദൈവിക ഇടപെടൽ. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും, നിങ്ങൾ നിൽക്കുന്നിടത്ത് ഒത്തിരി വ്യസനിക്കുന്നുണ്ടാകും, നിങ്ങൾ നിൽക്കുന്ന ഇടത്തെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് നിങ്ങൾ ഒത്തിരി പൊറുതിമുട്ടുന്നുണ്ടാകും. ഇതെന്താ ഇങ്ങനെ, ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇവിടെ ദാനിയേൽ ഒന്നും ചെയ്തിട്ടല്ല, പക്ഷേ ആ മനുഷ്യന്റെ ലൈഫിൽ ഒരു പ്രൊമോഷൻ പീരീഡ് വന്നപ്പോ, ആ ലൈഫിൽ ഒരു ഉയർച്ചയുടെ സമയം വന്നപ്പോ അവനെതിരെ ചിലതിനെ പിശാച് പൊക്കി. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഉയർച്ച വരുമ്പോ, ഒരു വളർച്ച വരുമ്പോ, ഒരു സന്തോഷത്തിന്റെ അനുഭവം വരുമ്പോ, ഒരു സന്തോഷത്തിന്റെ ഉയർച്ചയുടെ അഭിവൃദ്ധിയുടെ അനുഭവം വരുമ്പോ, ഒരു മുന്നേറ്റത്തിന്റെ അനുഭവം വരുമ്പോ, ഒന്ന് ആനന്ദിക്കാനുള്ള സമയം വരുമ്പോ, അതിന്റെ മധ്യത്തിൽ ചിലതിനെയൊക്കെ കുത്തി പൊക്കുന്ന ദുരാത്മ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ഓ പ്രാർത്ഥിച്ചേ എല്ലാ ദൈവമക്കളും. നിനക്കൊരു ഉയർച്ച വരുമ്പോ ഉടനെ എന്തെങ്കിലും ഒരു ദുഃഖത്തിന്റെ കാരണം വരും, ഒരു സന്തോഷം വരുമ്പോ ഉടനെ സങ്കടത്തിന്റെ ഒരു കാരണം വരും. അങ്ങനെ കുത്തി പൊക്കി കൊണ്ടുവരുന്ന ചില അസൂയയുടെ വ്യാപാരങ്ങൾ, ദേശത്തിൽ നിന്ന് ഉയരുന്ന എതിർപ്പുകൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം ഇറക്കി തന്ന അനുഗ്രഹ വചസ്സുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളിന്ന് കേട്ടതുപോലെ എല്ലാ പ്രതികൂലത്തിൻ്റെയും തിന്മയുടെയും അസൂയയുടെയും ഒരു ഉയർച്ച, വളർച്ച, വിടുതൽ, സന്തോഷ, സമാധാനം, അഭിവൃദ്ധി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ അത് തകർക്കുവാൻ ശ്രമിക്കുന്ന സകല ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഖണ്ഡിച്ചു കളയുകയാണ്. അതിന്മേലൊരു വിടുതൽ കൽപ്പിച്ചതിന് സ്തോത്രം. സൗഖ്യങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ചില ദൈവമക്കളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദിവ്യ സൗഖ്യം ഈ ജനത്തിന് വേണ്ടി ഡിക്ലെയർ ചെയ്യുകയാണ്. സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് നടക്കട്ടെ, സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് നടക്കട്ടെ. ഇത് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിച്ചോ. നിങ്ങളത് വിശ്വാസത്തോടെ സ്വീകരിക്കാം. ഇത് ദൈവം നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് ഹിതമായൊരു സമയം യേശുവിൻ്റെ നാമത്തിൽ ഡിവൈൻ ഹീലിംഗ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവേ, ഞാൻ ഇപ്പോൾ തന്നെ അത് ഡിക്ലെയർ ചെയ്യുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ ഡിക്ലെയർ ചെയ്യുന്നു. ആമേൻ. ഇത് എങ്ങനെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് അത്ഭുതപ്പെടത്തക്കവണ്ണം ഒരു സൂപ്പർ നാച്ചുറൽ ഹീലിംഗ്
ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഏത് രോഗത്തിലാണെങ്കിലും, ഏത് ഒരു മെഡിക്കൽ റിപ്പോർട്ട് കയ്യിൽ വെച്ച് ഇവർ പ്രാർത്ഥിക്കുന്ന ഈ സമയം യേശുവിൻ നാമത്തിലുള്ളൊരു ഹീലിംഗ് സംഭവിക്കട്ടെ. സാമ്പത്തികമാകുന്ന ഞെരുക്കങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബ സമാധാനം വന്നു ചേരട്ടെ. ഞാനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമക്കൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്താട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങളൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ഞങ്ങളുടെ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ID. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഞങ്ങളുടെ എല്ലാ മീറ്റിങ്സിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കാണുന്ന ഈ ചാനലിൻ്റെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിക്കൊണ്ട് എല്ലാ മീറ്റിങ്സിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ, സ്പെഷ്യൽ മീറ്റിങ്സിനെ കുറിച്ചുള്ള അറിയിപ്പുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും യഥാസമയം നിങ്ങൾക്ക് പങ്കെടുക്കുവാനും കഴിയുന്നതാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക, ഞങ്ങളുടെ ഫാമിലിയും നിങ്ങൾ ഓർക്കുക. ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ സകലത്തിലും വർദ്ധിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം നിങ്ങൾ